ഫാമിലി മുസ്തഫ സാറും ബുഷ്റ മാഡം അതുപോലെ തന്നെ ഷാന മാഡം ഉമ്മയും മകളും മറ്റേ ഇപ്പൊ എല്ലാരും മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ തന്നെ വളരെയധികം സന്തോഷം. മറ്റൊരു മേഖലയിലും കിട്ടാത്തൊരു ഭാഗ്യമാണ്, പുണ്യമാണ് ഈ ഒരു ബിസിനസ്സിൽ ഇതുപോലുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മൂവ്മെന്റുകൾ അല്ലെ. വേറെ ഏതെങ്കിലും കഴിയും ഞാൻ എന്റെ ലോറി ഓടിക്കുന്നു, എന്റെ ഭാര്യയിൽ ലോറി ഓടിക്കുന്നു, അല്ലെങ്കിൽ എന്റെ വാപ്പയിൽ ലോറി ഓടിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ദുർലഭമാണ്. പക്ഷെ ഇവിടെ അതല്ല. ഈ ബിസിനസ് നമുക്കൊരു ഫാമിലി ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഇത് എത്തിക്കാനും സാധിക്കും. കാരണം ഒരിക്കലും ഒരാളെ വഞ്ചിച്ചിട്ടോ പറ്റിച്ചിട്ടോ മുന്നോട്ട് പോകുന്ന രീതിയിലല്ല നമ്മൾ ഈ ബിസിനസ് പറയുന്നത്. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ടോ ഏതെങ്കിലും ബിസിനസ് പറയുകയാണെങ്കിൽ അവര് ഫാമിലി മൊത്തമായിട്ട് ഇന്ന ആളുകളെ മൊത്തമായിട്ട് ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ജെനുവിനിറ്റി ഉണ്ട്. മനസ്സിലാക്കുന്ന ആളുകൾക്കൊക്കെ അതിലൊരു ജെനുവിനിറ്റി ഉണ്ട്. എല്ലാവരും പാട് ഇറങ്ങി പറ്റിക്കൂലല്ലോ ഏതായാലും. അപ്പൊ അതുകൊണ്ട് വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് റാങ്കിലേക്കും ഏതെങ്കിലും ഒക്കെ എത്തട്ടെ. എന്റെ എക്സ്പീരിയൻസ് ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം പുതുതായിട്ട് പറയാനുള്ള ആളുകളോടും എക്സ്പീരിയൻസ് അല്ല പറയാനുള്ളത്. നമ്മളൊക്കെ ഈ ഒരു ബിസിനസ്സിൽ വന്നത് എന്തിനാണെന്നുള്ളത് ഒരു നിമിഷമെങ്കിലും ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ നോക്കുന്നത് മനസ്സിലാക്കുന്നത് എല്ലാം ഒന്ന് നന്നാവും. കാരണം ദൈവം കണ്ടറിഞ്ഞിട്ട് നമുക്കൊക്കെ ഒരു ഭാഗ്യം തന്നിട്ടുണ്ട് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ബിസിനസ്സിൽ എത്താനും ഈ ബിസിനസ് നമ്മളെ കൊണ്ട് ചെയ്യാനും ഒക്കെ. കാരണം ഞാനൊക്കെ ഈ ബിസിനസ്സിലേക്ക് 2019 ലാസ്റ്റില് വരുന്ന സമയം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് 2025 എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബൂമിങ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നും അത് ബൂമിങ് ചെയ്യാൻ പോകുന്ന ഇയർ 2025 ആണെന്നും വരുന്ന കാലഘട്ടത്തിന്റെ ഒരു എന്താ പറയാ സുവർണ കാലഘട്ടം അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു സുവർണ കാലഘട്ടം തുടങ്ങുന്നത് 2025 അന്ന് മുതലേ പറയൽ തുടങ്ങിയാണ്, അന്ന് മുതലേ കേൾക്കൽ തുടങ്ങിയാണ്. സത്യത്തില് അത് അതിന്റെ ഒരു എന്താ പറയാ ആ ഒരു സമയത്ത് എത്തിയിരിക്കുകയാണ്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ മാസം 19-ാം തീയതി അങ്ങ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നു. ആ പ്രോഗ്രാമിൽ നമ്മളൊരു ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നു. ആ വെബ്സൈറ്റിൽ നമ്മളെ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരിക. അപ്പൊ ശരിക്കും നമുക്ക് 2025 ഒരു സുവർണ കാലഘട്ടം തന്നെയാണ്. അറിഞ്ഞോ അറിയാതെയോ 2019-ലും 20-ലും ഒക്കെ എത്തിയ നമ്മൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. കാരണം ഈ ഒരു അനൗൺസ്മെന്റും കഴിഞ്ഞ് കുറച്ചാളുകളെങ്കിലും കളിയാക്കുന്ന, മാറ്റി നിർത്തപ്പെടുന്ന, സമൂഹത്തിൽ വിലയില്ലാത്ത രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന ഈ ഒരു ബിസിനസ്സിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാകുമ്പോഴാണ്. ഇന്നലകളിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് അറിഞ്ഞ് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളെ മനസ്സിലല്ലാതെ ഈ ഒരു പേരില്ല. അത് ആളെ പിടിക്കുന്ന പരിപാടി, തട്ടിപ്പ് കമ്പനി, ആളെ ചേർത്തി പൈസ ഉണ്ടാക്കുക, ഇതെന്തൊക്കെയോ കാട്ടിയിട്ട് പെട്ടെന്ന് കാറ് വാങ്ങുക, പെട്ടെന്ന് പൈസക്കാരനാക്കുക, ഓന് നിധി കിട്ടിയതാണെന്ന് പറയുക, അങ്ങനെയൊക്കെയുള്ള പല വർത്താനത്തിന്റെയും അന്തിമഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇയർപാടാണ് 2025. ഈ അനൗൺസ്മെന്റ് വന്ന് ഇനി നമ്മൾ ശക്തമായിട്ടൊന്ന് ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയത്തിലേക്ക് എത്തി. ആ സമയത്തിൽ ഒരുപാട് പഠിക്കുന്ന ആളുകളും പഠിക്കുന്ന ഇതിനെപ്പറ്റി നോളജ് ഉള്ള ഒരുപാട് മേഖലയിലുള്ള ആളുകൾ അറിഞ്ഞു വരാൻ പോവാ. ഇന്നലകളിൽ വരെ നമ്മളൊക്കെ പോയിട്ട് പ്ലാൻ പറഞ്ഞിട്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ എത്തിയ ആളുകൾ ഇനി പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുന്ന പ്രായത്തിലേക്ക് എത്തുമ്പോൾ സത്യത്തിൽ 2025 തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഇവിടെ ബൂം ചെയ്യാൻ പോകുന്നത് ഇയർ. അത് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമുക്ക് അതിന്റെ മുന്നേ 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം മുന്നേ കിട്ടിയ സമയത്ത് നമ്മളൊക്കെ STC RTC NTC ഒക്കെ ആയി. അപ്പൊ സത്യത്തിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വരുമാനവും ബിങ്കും നമ്മളൊക്കെ കളിയാക്കിയവരൊക്കെ നാളുകളിൽ നമ്മളെ കൂടെ സാറേ എന്ന് വിളിച്ചു വരേണ്ട ഒരു സമയത്തിലേക്ക് എത്തി. പക്ഷെ അത് ഇന്നേ നമ്മൾ കാണാൻ കഴിയണം. ഇന്നേ നമ്മളെ മനസ്സിൽ അങ്ങനെ നമ്മൾ കാണണം ഞാൻ എത്തിയ ഇൻഡസ്ട്രിയുടെ വലിപ്പം എന്താണെന്നുള്ളത്. നാളെ ചേർക്കുന്ന ബിസിനസ് എല്ലാം നമ്മളൊക്കെ എന്താ പറയാ ഒരുപാട് ആളുകളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നന്മ എത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കാരണം പണം കൊടുത്തിട്ട് എല്ലാരും ഈ പറഞ്ഞ എനിക്കോ നിങ്ങൾക്കോ ഒരു പക്ഷേ സഹായിക്കാൻ കഴിഞ്ഞോളന്നില്ല. പണം കൊടുത്തിട്ട് എന്നാൽ നമ്മളിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുത്ത് സഹായിക്കാനും ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയൊന്ന് എല്ലാ ആളുകളും ബിസിനസ് മനസ്സിലാക്കി ബിസിനസ്സിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞു.
ഒരുപാട് ക്രൈസിസിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ക്രൈസിസിലൂടെ അല്ലെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇന്നലെ ഉൾസാന്റെ ഒരു വോയിസ് ആണെന്ന് തോന്നുന്നു, STC ഗ്രൂപ്പിൽ ഞാൻ കേട്ടു, നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഓൺലൈനായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടക്കം മുതൽ നമ്മളെല്ലാ ആളുകളും, ഈ പറഞ്ഞ ഓരോ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈനിലുള്ള പ്രൊഡക്റ്റിന്റെ വിപണനം അല്ലെങ്കിൽ ഓൺലൈനിന്റെ പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് ഒന്നും ഒരു കാലത്തും അവസാനിക്കാൻ പോകുന്നില്ല. അതെന്താണെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. എങ്ങനെയാണ് ഓൺലൈൻ പ്രൊഡക്റ്റ് നമുക്ക് തടയാൻ പറ്റുക? ഒരു കാരണവശാലും നമുക്ക് തടയാൻ പറ്റില്ല. അതിനൊരു ശക്തമായിട്ടുള്ള ഒരു നിയമം ഇവിടെ വരാനുണ്ട്. ആ നിയമം വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഓൺലൈൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ പ്രൊഡക്റ്റ് വാങ്ങാനും ഓൺലൈൻ പ്രൊഡക്റ്റ് സെല് ചെയ്യാനും ഒക്കെ ആളുകൾ ബുദ്ധിമുട്ടും. ആമസോണും ഫ്ലിപ്കാർട്ടും പോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരു വെറും ചന്തയാണ്. നമ്മൾ ഓരോരോ ചന്തയൊക്കെ, ചേളാരി ചന്ത അല്ലെങ്കിൽ കണ്ണാടിക്കൽ ചന്ത, ഇന്ന നാട്ടിലെ ചന്ത എന്ന് പറയുന്ന ഒരു ചന്തയാണ് ഈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു വ്യാപാരം. ആ ഓൺലൈനിൽ, ആ ചന്തയിൽ ഒരു പക്ഷേ ശശി സാറിനോ സലീം സാറിനോ അല്ലെങ്കിൽ നമ്മളെ ഓരോ ആളുകൾക്കും, നദീറ മേഡത്തിന്, ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് വിൽക്കാം. എന്റെ കയ്യിൽ എലമെന്റ്സിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ചന്തയിൽ കൊണ്ട് വിൽക്കും. ആ ചന്തയിൽ കൊണ്ട് വിറ്റുകയാണെങ്കിൽ, അവിടുന്ന് വിറ്റ് പോയിക്കുകയാണെങ്കിൽ ഇത്ര രൂപ കമ്മീഷൻ ആ ചന്തയുടെ ഓണർ ആയിട്ടുള്ള ആളാരാണോ, ആമസോൺ ആണോ, ഫ്ലിപ്കാർട്ട് ആണോ, മീഷോ ആണോ, അവർക്ക് അതിന്റെ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണ് ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പക്ഷേ ഇത് നിയമപരമായിട്ട് ഓൺലൈനിൽ ഇട്ട് വിൽക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ ഇട്ട് വിൽക്കുന്നത് നമ്മളെ മുന്നിൽ കാണുമ്പോഴോ, നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ, ലീഡേഴ്സിന്റെ, കമ്പനിയുടെ മുന്നിൽ കാണുമ്പോഴോ നമുക്ക് പരാതി കൊടുത്തിട്ട് ആ ആളെ ഒന്ന് മാറ്റാനും ആ പ്രൊഡക്റ്റിന്റെ വിപണനം നിർത്താനും നമ്മളെ കൊണ്ട് സാധിക്കും. അങ്ങനെ സാധിക്കുന്നുണ്ട്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. മറ്റൊരാൾ ഇതേ പേരിലോ വേറെ എന്തെങ്കിലും പേരിലോ ഇതേ സാധനം കൊണ്ടുവെക്കുമ്പോ ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ആ ചന്തയിൽ എനിക്ക് എന്റെ മൊബൈൽ കൊണ്ട് വിൽക്കാം, എന്റെ ഷർട്ട് വിൽക്കാം, എന്റെ ടാബ് വിൽക്കാം, എന്റെ സൈക്കിൾ വിൽക്കാം, എന്റെ സ്കൂട്ടർ വിൽക്കാം, എന്ത് സാധനമാണ് വിൽക്കാൻ പറ്റും. ഒരാൾ വിറ്റെണീക്കുമ്പോൾ മറ്റൊരാൾ വിറ്റെണീക്കുമ്പോൾ മറ്റൊരാള്. എലമെന്റ്സ് എന്നുള്ള പേര് മാറ്റിയിട്ട് അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർത്തിട്ട് വിൽക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നും തീരുന്ന സംഗതിയല്ല. പിന്നെ കുറെ ആളുകൾ എന്തിനു വിൽക്കണമെന്ന് വെച്ചിട്ടാണെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആവാനായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് ആളുകൾ വിൽക്കുന്നുണ്ട്. എക്സ്പയറി ഡേറ്റ് ആവാനായ സാധനം, ഡേറ്റ് ഇല്ലാത്ത സാധനം, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് എന്താ പറയാ, കോപ്പി. നമ്മളെ മഹാബലിംഗരാജ് ഹെയർ ഓയിൽ ഒക്കെ കണ്ടാൽ നമ്മളതാണെന്ന് വിചാരിക്കും. പക്ഷെ അത് നമ്മളതല്ല. ഇനി നമ്മളൊരു ഡ്രസ്സിന്റെ പീടിയെ കയറിക്കുകയാണെങ്കിൽ, ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടിയാണ്. ഡ്രസ്സിന്റെ പീടിയെ കയറിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ വമ്പിച്ച ആദായ വിൽപ്പന, ഒന്നെടുക്കാൻ 4 ഫ്രീ, അല്ലെങ്കിൽ 80% ഓഫർ, 90% ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളൊക്കെ അത് വാങ്ങി എടുക്കും. കൂടെയുള്ള ആളുകളൊക്കെ നമ്മൾ വിളിച്ചും പറയും, ഇന്ന സ്ഥലത്ത് ബാലുശ്ശേരിയിലുണ്ട്, അല്ലെങ്കിൽ ഇയാളുണ്ട്, അല്ലെങ്കിൽ പാലായിലുണ്ട്, അല്ലെങ്കിൽ താമരശ്ശേരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഷോപ്പിലേക്ക് ആളുകളെ കൂട്ടിയിട്ട് മാക്സിമം അത് മുതലാക്കിയെടുക്കും. നമ്മളത് സാധനങ്ങള് നമ്മളത് എന്ത് ചെയ്യും, ഓഫർ മുതലാക്കും. ഇതേ സാധനം ഇയാളും ബാലുശ്ശേരി, താമരശ്ശേരി, പാലായിലും ഒക്കെ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് ഇത്ര ശതമാനം ഓഫറിൽ കൊടുക്കണ്ടേ, 90%, 100%, 50% ഓഫറിൽ കൊടുക്കണ്ടേ. ഒരു പാരസിറ്റമോൾ വാങ്ങിയാൽ 2 പാരസിറ്റമോൾ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കയറി വാങ്ങുമോ? മരുന്ന് ഫ്രീ കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വാങ്ങിയല്ല. അതേമാതിരി തന്നെയാണ് വെൽനസ് ഉൽപ്പന്നങ്ങളാണെങ്കിലും, ഡേറ്റ് തീരാനായതാണെങ്കിലും, കോപ്പി ആണെങ്കിലും, അങ്ങനെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണെങ്കിലും ഒരാളോട് ചോദിക്കാതെ, ഒരു കമ്പനിന്റെ റെഫർ ഇല്ലാതെ, ബില്ലില്ലാതെ ആരെങ്കിലും കയറി വാങ്ങാൻ പറ്റുമോ? ഈ അകത്തേക്ക് കഴിക്കുന്ന സാധനം ഓൺലൈനിൽ വാങ്ങിയ ഡേറ്റ് തീർന്നതാണ് റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ? വാങ്ങിയിട്ട് കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനി അറിയും. അതിനെ കൊണ്ടല്ലേ കമ്പനി അതിന്റെ മേലെ കൊടുത്തത് നോട്ട് ഫോർ ഓൺലൈൻ സെയിൽ എന്നുള്ളത്. നിങ്ങൾ ടോയ്ലറ്റ് കഴുകാൻ ഉപയോഗിക്കുന്ന സാധനം പോലാണെങ്കിൽ അതിന്റെ മുകളിൽ പോലും കമ്പനി എഴുതി വെച്ചിട്ടില്ലേ, നോട്ട് ഫോർ ഓൺലൈൻ സെയിൽ. ഇത് ഓൺലൈനിലിട്ട് വിൽക്കാൻ പറ്റൂല. അപ്പൊ കമ്പനി അല്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ ലീഡേഴ്സ് ഒന്നല്ല ഈ സംഗതി ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ബിസിനസിന്റെ പ്ലാൻ മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം പ്രൊഡക്റ്റ് എടുത്ത് കട്ടിന്റെ അടിയിൽ വെക്കുന്ന ആളുകൾ നാളുകൾ ഇത് വെക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. ഡേറ്റ് തീരാനായത്, വിൽക്കാനായത്, അങ്ങനെയുള്ള ഒരുപാട് സാധനം വിൽക്കാൻ കഴിയാതെ നിർബന്ധിതമായിട്ട് പർച്ചേസിങ് ചെയ്യുന്ന ആളുകളൊക്കെ ഇതുപോലെ ഒരുപാട് പ്രവണതയിലേക്ക് വരും. അവർക്ക് എന്താ ID കട്ടായാൽ എന്താ, അവർക്ക് അവരുടെ കയ്യിലുള്ള സാധനം ചെലവായാൽ മതി. ഈ ലെവലിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ വ്യാപാരത്തിലും ഓൺലൈൻ പർച്ചേസും ഒക്കെ കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കാണുന്ന ആളുകൾ അതെന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ അതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് മുതലുണ്ട്.
അപ്പോ അതുകൊണ്ട് അതിനെയൊക്കെ നോക്കി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അവസരം വെറുതെ ഇങ്ങനെ പോയി പോകും അല്ലെ. നമ്മൾ പറയാറുണ്ട്, ഓടുന്നവനെ നോക്കി നിന്നാൽ നമുക്ക് ദൂരം കൂടും, ഓടുന്നവന്റെ കൂടെ ഓടാൻ തുടങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ദൂരവും കുറയുന്നു. ഓൺലൈൻ പ്രൊഡക്റ്റ് വിൽക്കുന്നവനൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മളെ ദൂരം എന്ത് ചെയ്യും, അങ്ങ് കൂടും. ടി സിയിലാണ് ടി സി തന്നെ കുത്തിരിക്കും, ATCയിലാണ് ATC തന്നെ കുത്തിരിക്കും. ഓൺലൈനിലുള്ള പർച്ചേസിങ് അല്ലെങ്കിൽ ഓൺലൈനിലുള്ള ഇതേപോലെ വ്യാപാരം നിന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നാളെ മുതൽ ബിസിനസ് ചെയ്യുള്ളൂ തീരുമാനിച്ചിട്ടാണെങ്കിൽ നമ്മൾ കുറെ കാലം നിൽക്കേണ്ടി വരും. എന്നാൽ അതിന്റെ കൂടെ തന്നെ അത് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ അങ്ങനെ ഇറങ്ങി തുടങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ മെല്ലെ 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 മുകളിലേക്ക് കയറി വന്നോളും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ അതിനെ പറ്റി മനസ്സിലാക്കിയിട്ട് നമ്മുടെ ടീമിലുള്ള നമ്മളെ ഏറ്റവും പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പോലും അത് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നിൽക്കണം. ചില ആളുകൾക്ക് അതൊന്നല്ല പ്രശ്നം, ചില ലീഡർമാർക്ക് സംശയം അങ്ങനെയുണ്ട്. എന്നാലും എന്തായിരിക്കും എന്നുള്ള ആ ഒരു സംശയത്തിൽ അങ്ങനെ ഇന്നാലും ഈ ഇന്നാലും എന്നുള്ളോട് നല്ല വിജയമുള്ളത് നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുക. വെറുതെ സമയം കളഞ്ഞിട്ട് എന്നാലും എന്ന് പറഞ്ഞുള്ള ടീമിലുള്ള ആളുകളുമായി നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുക. നമ്മൾ ശക്തമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ ഇറങ്ങിയാണെങ്കിൽ മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം സൃഷ്ടിക്കും. മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം സൃഷ്ടിക്കുന്ന ഉറപ്പാണ്. കാരണം അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക എന്റെയൊക്കെ ജീവിതത്തിൽ. ഞാനൊന്നും മൈലേജിൽ ഒരു സമയം പോലും സംശയത്തോടു കൂടി കണ്ടു നിന്നിട്ടില്ല. 2019 ഈ അവസരം കിട്ടുന്ന സമയത്ത് ഇതിൽ ആയുഷ്മാർക്ക് ഉണ്ടോ, ഇത് ഇന്ത്യയിൽ മൊത്തം വിപണനം ചെയ്യാൻ പറ്റുമോ, ഇത് ഇന്ത്യക്ക് പുറത്തേക്ക് കൊടുത്തയക്കാൻ പറ്റുമോ, ഇത് കഴിച്ചാൽ എന്തെങ്കിലും പറ്റുമോ, തട്ടിപ്പോവോ, ഒരു ചിന്തയും നെഗറ്റീവായിട്ടുമില്ല പോസിറ്റീവായിട്ടുമില്ല. ജീവിതത്തിൽ അവസാനത്തെ ബസ്സായിട്ട് മൈലേഷ്യയിൽ വണ്ടി ഇങ്ങനെ മുറ്റത്ത് വന്ന് നിന്നപ്പോ അതിലേക്ക് തള്ളിക്കയറ്റാനുള്ള ഒരു പണി ആരെടുത്ത്, എന്റെ ഒരു ഫ്രണ്ട് എടുത്ത്, എന്റെ ഒരു സുഹൃത്തെടുത്ത്, എന്റെ ഒരു സഹോദര തുല്യനെടുത്ത്. അങ്ങനെ ഞാൻ അതിലേക്കൊന്ന് പാഞ്ഞു കയറിയ സമയത്ത് എനിക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. തിക്കും തിരക്കും ഒക്കെ തന്നെയാണ്. അതായത് ഡിസ്ട്രിബ്യൂട്ടർമാർ അടിയാണ്. അതായത് നമ്മൾ പറയില്ലേ, പുതിയ ആളുകൾ വന്നിട്ട് 100 അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് എനിക്ക് മനസ്സിലായി, തലഹിച്ച് നിന്നുകയാണെങ്കിൽ ഇവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ, മുന്നിലേക്ക് ഇടിച്ച് കയറണമെന്നുണ്ടെങ്കിൽ തള്ളി അങ്ങ് കയറിയാലേ പിടിച്ച് നിൽക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലായ സമയത്ത് പ്രൊഡക്റ്റ് ഒന്നും നോക്കിയിട്ടില്ല. എല്ലാ ആളുകളോടും പറയാൻ തുടങ്ങി. ചില ആളുകൾ പറയും, നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടല്ലേ സാറേ പറഞ്ഞു കൊടുക്കല്ലേ. സത്യമില്ല എന്ന് പറയില്ല. എന്നാ കമ്പനിയിലുള്ള 150-ലധികം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു, അപ്പത്തിനെ കുറച്ച് കൊല്ലം കൊണ്ട് കഴിയും. 1, 2, 3 സാധനം ഉപയോഗിച്ച് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തുടങ്ങണോ, അന്നേരം ബാക്കിയുള്ളവർ അടുത്തത് ആവശ്യപ്പെടും. അങ്ങനെ മുന്നോട്ട് കയറണം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കയറി. അല്ലാതെ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്നത്, ഒരാണുങ്ങൾ ഈ ബിസിനസ് തുടങ്ങി വുമൺ കമ്പാനിയും സൈക്ലോബി ഉപയോഗിച്ചിട്ട് നമ്മളിത് പറയുന്നത്, വേറെ കൊടുത്തിട്ടല്ലേ നമ്മൾ പറയുന്നത്, കൊടുത്ത റിസൾട്ടിട്ടുള്ളല്ലേ പറയുന്നത്. അല്ലെ ഞാൻ വുമൺ കമ്പാനി ഉപയോഗിച്ച് എനിക്ക് നല്ല മാറ്റാ, ഞാൻ സൈക്ലോബ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റാ എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ പറയുന്നത്? ഒരിക്കലും അല്ല. അപ്പൊ എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ റിസൾട്ട് കിട്ടി കാത്തു വരാൻ നിൽക്കണ്ട. ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ സാധനം വെച്ച് പറഞ്ഞു പോയാൽ തുടങ്ങിയാൽ മതി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പോകാൻ തുടങ്ങിയതാ. അന്ന് ഏകദേശം 5 കോടിയിലെത്തി നിൽക്കുക, ടേൺഓവർ 5 കോടിയിലെത്തി നിൽക്കുക. ഈ രീതിയിലേക്ക് ബിസിനസ് പോയത് എന്തുകൊണ്ടാ? പാലായിലുള്ള 10ാം ക്ലാസ് വരെ പഠിച്ച് ഞാൻ ഒരു കച്ചവടം അറിയാത്ത ഞാൻ ഈ 5 കൊല്ലത്തിനുള്ളിലായിട്ട് 5 കോടിയുടെ ടേൺഓവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവാണോ? അതെന്റെ കഴിവാണോ? ഈ പ്രൊഡക്റ്റിന്റെ കഴിവല്ലേ? ഈ കമ്പനിയുടെ കഴിവല്ലേ? എന്റെ കൂടെ ആളുകളുടെ കഴിവല്ലേ? ഞാൻ എന്നെ തന്നെ നോക്കിയിട്ടാണോ നിൽക്കുന്നത്? നമുക്ക് ആദ്യം വിലയിടും. ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കില്ല. നമ്മൾ ആദ്യം നമ്മൾക്കിട്ട വിലയാണ്. ഞാൻ പറഞ്ഞാൽ എന്റെ പേര് ആരും വരൂല. ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കൂല. എനിക്ക് ആളെ കിട്ടൂല. ഇതൊക്കെ നമ്മൾക്കിട്ട വിലയാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നമ്മളെക്കാൾ മികച്ച ആളുകൾ അറിയുന്ന ആളുകളല്ലേ നമ്മൾ. നമ്മളെക്കാൾ മികച്ച കഴിവുള്ള ആളുകളുടെ കൂടെ പഠിച്ച ആളുകളല്ലേ നമ്മൾ. നമ്മളെക്കാൾ മികച്ച എത്രയോ ലക്ഷ്യങ്ങളുള്ള ആളുകൾ നമ്മുടെ കൂടെ അല്ലേ. നമ്മളെക്കാൾ എത്രയോ വലിയ സ്വപ്നങ്ങൾ പൂവണിക്കാൻ നിൽക്കുന്ന ആളുകളില്ലേ. നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളില്ലേ. നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ള ആളുകളില്ലേ. എന്തുകൊണ്ട് നമുക്ക് അവരിലേക്ക് എത്തിച്ചുകൂടാ? നോക്കി നിന്നിട്ട് കാര്യമില്ല. പ്രവർത്തിക്കണം എന്ന് വിചാരിച്ചിട്ട്, അതാ ഞാൻ ആദ്യം പറഞ്ഞത്, മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു സംശയം പോലും അല്ലെങ്കിൽ ഒരു സമയം പോലും നമ്മൾ വെറുതെ ഇരിക്കും. അങ്ങനെ നിങ്ങൾ പണിയെടുക്കാൻ പറ്റും. അങ്ങനെ ആത്മാർത്ഥമായി ജോലി എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചെയ്യണം. അതൊന്നും എന്റെ പ്രശ്നം. ഇത് ബോസ് ഇല്ല, ടൈം ലിമിറ്റ് ഇല്ല, ടാർഗറ്റ് ഇല്ല, ഏരിയ ലിമിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കുത്തിരിക്കും. എന്നിട്ട് നമ്മൾ അങ്ങനെ വീട്ടിലിരിക്കും, ചെയ്യൂല, ആലോചിച്ച് അങ്ങനെ ഇരിക്കും. ഒരുപാട് ചിന്തയാണ്, പ്രവർത്തിക്കൂല. പ്രവർത്തിച്ചാലേ എന്തെങ്കിലും നേടാൻ പറ്റും. അതൊരു അത്യാവശ്യമായിട്ട് ജീവിതത്തിൽ ആരെങ്കിലും മാറി, അങ്ങനെ മാറി രക്ഷപ്പെടും. കുറെ ആളുകളൊക്കെ വെറുതെ ഇരിക്കുന്നത് എന്താ അറിയാം? സ്വന്തം പുരന്റെ ആധാരം വീട്ടിലുണ്ടായതുകൊണ്ടാണ്. നമ്മളൊക്കെ ഇറങ്ങി പ്രവർത്തിച്ച് എന്തെങ്കിലും അറിയാം? ആധാരം ബാങ്കിലായതുകൊണ്ടേക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കില്ല. ഒരുപാട് ചിന്തിച്ചിരിക്കാൻ സമയമില്ലേ.
എങ്ങനെയെങ്കിലും ആധാരം എടുക്കണം, കടം വീട്ടണം, പ്രശ്നങ്ങളൊക്കെ ഒതുക്കണം, നാട്ടിൽ ഇറങ്ങിയിട്ട് നല്ലപോലെ ഒന്ന് നടക്കണം, ഒരു കല്യാണത്തിനെങ്കിലും പോയിട്ട് ചോറിലേക്ക് നോക്കിയിട്ടെങ്കിലും ഒന്ന് തിന്നണം എന്നുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓരോ കല്യാണത്തിന് പോയിട്ട് ചോറ് പോലും തിന്നാൻ മര്യാദയ്ക്ക് കഴിയില്ല. കല്യാണത്തിന് നാട്ടിൽ പങ്കെടുക്കില്ല ആ സമയത്തൊന്നും. 2017 മുതലൊന്നും എന്റെ നാട്ടിലൊന്നും ഒരു കല്യാണം കൂടി ഒരു ഓർമ്മ പോലും ഈ കഴിഞ്ഞ 2024 പകുതിക്ക് ശേഷമൊക്കെയാണ് ഞാൻ കല്യാണത്തിനൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കണ്ടു. അങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഒക്കെ പറത്തി ചെയ്യും. അത്യാവശ്യമായിട്ട് മാറും നമുക്ക്. അല്ലെങ്കിൽ ആദ്യം കല്യാണത്തിനെ പോയിക്കാണെങ്കിൽ തൊട്ടടുത്ത ആരാ ഇരിക്കുന്നതെന്നോ അപ്പുറത്തുനിന്ന് ആരാ വരുന്നതെന്നോ ചോറ് വിളമ്പി തരുന്ന ആരാന്നൊക്കെ നോക്കണം. കടം കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരാളാണെങ്കിൽ അവിടുന്ന് ചോറ് തിന്നാതെ എണീച്ച് പോകണം. എത്രയോ കല്യാണത്തിന് പോകാൻ പറ്റും. കല്യാണത്തിന് വൈക്കൽ വരെ എത്തിയിട്ട് പരിചയക്കാരെ വണ്ടി കാണുമ്പോ, കാറ് കാണുമ്പോ ഇനി അല്ലെങ്കിൽ കല്യാണത്തിന് പോയില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊടുക്കാനുള്ള കവർ ഏതെങ്കിലും സ്നേഹിതന്മാരെ കുടുംബക്കാരെ ഏൽപ്പിച്ച് അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യും. ഇത് മറ്റൊരാളുടെ തണലിൽ മറ്റേതോ ഒരു വരുമാനം വീട്ടിലേക്ക് വരാണ്ടായത് കൊണ്ടും വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് MA ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന അപാരമായിട്ടുള്ള നമ്മൾ അത്ഭുതപ്പെടുത്താൻ പോകുന്നത്, നിങ്ങളുടെയൊക്കെ ജീവിതം, നിങ്ങളുടെയൊക്കെ തലവരെ മാറ്റി മറിക്കാൻ പോകുന്ന ഈ ബിസിനസ് നമ്മൾ മനസ്സിലാക്കാം. ഇന്നും നമ്മളെ മൈൻഡിൽ ഇത് കുറെ ആളെ ചേർത്തണം, എന്നാ രക്ഷപ്പെടുക, കുറെ സാധനം വെക്കണം, ഇതുപോലുള്ള ഒരുപാട് പൊട്ട ചിന്താഗതിയായിട്ടാണ് നമ്മളെ ടാങ്കിൽ നിറച്ചു വെച്ചത്. ഈ ടാങ്ക് ഒന്ന് മാറ്റിയിട്ട് ടാങ്ക് ഒക്കെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്നിപ്പോ നോമ്പൊക്കെ ആവാനായതാ, ഒന്ന് കയറി വൃത്തിയാക്കണം. ഒരു ഡെയിലി ഡിഷസും മൈസ്ട്രസും 95 ഒക്കെ കഴിച്ചിട്ട് നമ്മളെ ടാങ്ക് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പുതിയ വെള്ളം അടിച്ച് കയറ്റിക്ക്. സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. 2025 ഉള്ളത്. ഈ 2025 നിങ്ങൾ ഇന്ത്യയൊക്കെ ജീവിതത്തിൽ ഇനിയും അറിയാത്ത ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു ഡസ്റ്റർ കാർ ഉണ്ടായിരുന്നു. ഡസ്റ്റർ കാർ. ആ ഡസ്റ്റർ കാറുമായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ആ ഡസ്റ്ററായിട്ട് കടന്നു വന്ന് ഒരു 3 മാസം, 3.5 മാസം, 4 മാസം വരെ ബിസിനസ് ചെയ്ത സമയത്ത് അവസാനം കച്ചിത്തിരുമ്പായിട്ടുള്ള എന്റെ ഫാമിലി ആയിട്ട് സഞ്ചരിക്കുന്ന ആ കാറുപാട് എനിക്ക് ഫിനാൻസിൽ സറണ്ടർ ചെയ്യേണ്ടി വന്നു. ശ്രീരാം ഫിനാൻസിൽ അടവടയ്ക്കാൻ കഴിയാതെ എല്ലാം മുട്ടിയിട്ട് അത് അവിടെ സറണ്ടർ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുബീഷ് മണ്ണിൽ സാർ എന്ന് പറയുന്ന ഒരു സാറ് വിളിച്ച സമയത്ത് എന്നോട് ചോദിച്ചു, എന്താ മോനെ എന്റെ വാക്കുകൾക്ക് ഒരു ഇടറല്, എന്തൊരു പ്രശ്നം ചോദിച്ചു. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ അന്ന് സംസാരിച്ചു. ഒരു 1/4 മണിക്കൂർ ഒന്ന് ഫോണിൽ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, സാറേ എന്റെ അടുത്ത് കയ്യിലുള്ള അവസാനത്തെ കാറും പോയി, ലോറികളെല്ലാം പോയി കുത്തിരിക്കുകയാണ്, അവസാനത്തെ കാറും പോയി. ഇനി എന്റെ വൈഫിന്റെ പേരിലെടുത്ത് ഒരു ആക്റ്റീവ കാറ് മാത്രമാണ് ശ്രദ്ധിക്കുന്നുള്ളത്. ഞാൻ മൈലേഷ്യയിലേക്ക് കടന്നു വരുമ്പോ സാറിന് ഡസ്റ്റർ കാറിനെ 4-5 മാസം കഴിഞ്ഞപ്പോ ആ കാറ് കൊടുക്കേണ്ടി വന്നല്ലോ പറഞ്ഞപ്പോ സുബീഷ് സാറിനോട് പറഞ്ഞു, ഷെഫീഖെ അന്റെ മറ്റുള്ള ബിസിനസ്സിലെ മാക്സിമം കാറാണ് ആ ഡസ്റ്റർ, മാക്സിമത്തിലായിരുന്നു, അത് പോയി, ഇനിയാണ് നമ്മൾ കളി തുടങ്ങാൻ പോണത് എന്ന് മനസ്സിൽ പറഞ്ഞപ്പോ എനിക്കൊരു ആത്മധൈര്യം എന്നുണ്ടായി. സത്യത്തില് അതല്ലേ നടന്നത്. ഈ കഴിഞ്ഞ 4 മാസം മുന്നേ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ നമ്മളൊന്ന് ഗോൾ സെറ്റ് ചെയ്താൽ നേടിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാതെ ഓൾമോസ്റ്റ് ഒരു 10-16 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഒരു മഹീന്ദ്രയുടെ ഒരു താറ് എന്ന് പറയുന്ന കാർ എനിക്ക് വാങ്ങാൻ സാധിച്ചില്ലേ. എന്റെ മറ്റുള്ള ബിസിനസ് ഞാൻ എത്രയോ വർഷങ്ങൾ ചെയ്ത് എത്രയോ ലക്ഷങ്ങൾ മുടക്കി എത്രയോ ബുദ്ധിമുട്ട് റിസ്ക് എടുത്ത് നടന്നിട്ട് എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ഡസ്റ്റർ കാറല്ലേ മാക്സിമം വാങ്ങാൻ കഴിഞ്ഞത്. നാം മനസ്സറിഞ്ഞ് അധ്വാനിച്ച ഒരു 4-4.5 വർഷം ആവുമ്പോഴത്തേക്ക് എന്റെ കയ്യിലേക്ക് 10-17 ലക്ഷത്തിലൊരു കാറ് വരണമെങ്കിൽ അത് ഈ MA ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന ബിസിനസ് എന്റെ ജീവിതത്തിൽ അത്ഭുതപ്പെട്ടതല്ലേ, അത്ഭുതം കൊണ്ടുവന്നതല്ലേ. അതല്ലാതെ എന്ത് ധൈര്യത്തിലായി വണ്ടി നമുക്ക് വാങ്ങാൻ കഴിയുക. മറ്റുള്ള മേഖലയിലാണെങ്കിൽ 10-23,000 അടവടച്ചിട്ട് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമാണോ വേറൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ? ഇന്ന് അടവടച്ച് 4 അടവടച്ച് 5ാമത്തെ അടവാണ് ഈ 15-ാം തീയതി വന്നിട്ടാണെങ്കിൽ 23,000 രൂപ വെച്ചിട്ട് ഒരാളെ കയ്യും കാലും പിടിക്കാതെ അടവടയ്ക്കാൻ കഴിഞ്ഞില്ലേ? മറ്റുള്ള ബിസിനസ്സിൽ എത്രയോ ലോറിയും കാര്യം നടത്തിയപ്പോ 21,000-2,000 രൂപ അടവാന്ന് കുറവ് ചെയ്യാൻ വണ്ടിക്ക് മര്യാദയ്ക്ക് അടവടയ്ക്കാൻ കഴിഞ്ഞില്ല, അത് സറണ്ടർ ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. നിങ്ങളെ ജീവിതത്തിലും MA ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഇന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവെക്കുക. ഇവിടെ കൊണ്ട് ചെയ്യണം ബിസിനസ്. വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോലെ, വെറുതെ ആളൊന്നിൽ ഷോപ്പ് കാണിച്ചാൽ മതി. നമ്മൾ പല വർത്താനം പറഞ്ഞു പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ന് നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് പ്ലാൻ കൊടുത്ത് ബിസിനസ് പറഞ്ഞ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടല്ല എന്നുണ്ടെങ്കിൽ നാളുകളിൽ അവര് തിരിച്ചു വരുന്ന ഒരു സമയം വരുമ്പോ നമ്മൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവര് നമ്മളെ വില കൽപ്പിക്കൂല, ഒരു കാര്യം പറഞ്ഞാലും കേൾക്കൂല. അപ്പോ ആത്മാർത്ഥമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യണം. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളെ ടീമിൽ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യും. അച്ചീവേഴ്സ് ഒരുപാടുണ്ട്. അച്ചീവേഴ്സ് ഒരിക്കലും നമുക്ക് വരുമാനം കൊണ്ടു തരികയല്ല, അത് വെറും റാങ്കാണ്. TC, ATC, DTC, STC, RTC വെറും റാങ്കുകളാണ്. ആ റാങ്കിൽ പുളകിതരായിട്ട്
ആയിട്ട് വെറുതെ നിൽക്കരുത്. വെറുതെ ഞാൻ ആരാ, ഞാൻ DTC, എന്നോട് പറയാൻ ആരാ, ഞാൻ ZTC ആണ്, ഞാൻ എന്നുള്ള ആ വാക്കൊന്നും എടുത്ത് ഒഴിവാക്കി നമ്മൾ എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കും. അങ്ങനെ കൂട്ടമായിട്ട് ഇറങ്ങിക്കുകയാണെങ്കിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള സമയത്തൊക്കെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമുള്ളത്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ബിസിനസ് ചെയ്തിട്ട് വിജയിക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മളൊക്കെ മുന്നോട്ട് ഓടിയിട്ടുള്ളത്, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഏറ്റവും ബോട്ടം ലെവലിൽ ഇറങ്ങി പണിയെടുക്കാൻ ഒരു മടിയല്ല. ആര് വിളിച്ചാലും പോകാൻ മടിയില്ല. കഴിഞ്ഞ ഒരാഴ്ചയുടെ മേലെ 2 ആഴ്ചത്തോളമായിട്ട് ശരിക്കും സത്യം പറഞ്ഞാലും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലും. ഇന്നലെ എനിക്ക് തോന്നുന്നത് ഷാനാമാണ് എന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്തൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ആ മെസ്സേജ് കാണുന്നുണ്ട്, പക്ഷെ ഞാൻ അന്നേരം റീപ്ലൈ കൊടുത്തില്ല. കണ്ടിട്ടും കാണാത്ത പോലെ അയച്ചതാണ്. ഞാൻ ആ സമയത്തൊന്നും റീപ്ലൈ കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആ മെസ്സേജ് അയട്ടെ. ഞാൻ 1.5 മണിക്കാണ് കടന്നുറങ്ങിയത്. വർക്കും കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് കഴിഞ്ഞ 2 ആഴ്ചയിലധികമായിട്ട് ഓൾമോസ്റ്റ് എനിക്കുള്ള ഒരു 19 ദിവസത്തോളമായിട്ട് മര്യാദയ്ക്ക് സത്യത്തിൽ കടന്നുറങ്ങിയിട്ടില്ല. അതിൽ 2-3 പ്രാവശ്യം വയനാട്ടിലായിരുന്നു, RRR എന്ന് പറഞ്ഞ ട്രെയിനിങ്ങും സെക്ഷനും കാര്യങ്ങളുമായിട്ട് ഫീൽഡിലായിരുന്നു. ഇന്നലെ മലപ്പുറത്തായിരുന്നു, മര്യാദ മലപ്പുറത്തായിരുന്നു, അതിന്റെ മുന്നേ 3-4 ദിവസമായിട്ട് അടുപ്പിച്ച് മലപ്പുറത്താണ്. ഇന്ന് കാലിക്കല്ല, നാളെ തലശ്ശേരി പോകാറുണ്ട്. അങ്ങനെ ഒരുപാട് ഓട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോലും നമ്മൾ പുറത്തേക്ക് പോയിക്കുകയാണെങ്കിൽ ആ സമയത്തും നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു വർക്ക് സെറ്റ് ചെയ്യും. ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടുന്ന് മലപ്പുറത്തേക്ക് കല്യാണത്തിന് പോകണമെങ്കിൽ ആദ്യം ഞാൻ മലപ്പുറത്തേക്ക് വിളിച്ചറിയും, ഞാൻ മലപ്പുറത്തേക്ക് വരുന്നുണ്ട്, ഒരു പരിപാടിക്ക് വരുന്നുണ്ട്, പോകുന്നതിന് മുന്നിൽ ലേശം നേരത്തെ വരെ വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ എന്റെ സമയം അവിടെ ഉണ്ടാവട്ടോ, ആരെങ്കിലും കാണാണെങ്കിൽ നമുക്ക് കാണാം. അങ്ങനെയാണ് നമ്മളത് ബിസിനസ് ചെയ്യുന്നത്. അപ്പോ ഒരു സമയം പോലും മൈലേജ് സ്റ്റൈൽ ബിസിനസ് ഞാൻ ഏറ്റെടുത്ത സമയം മുതൽ ഇതുവരെ ഒരു കാലാണ് വേറൊരു ബിസിനസ് ഒന്നും വരുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് എത്ര വരുമാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് തന്നെ സക്സസ് ആവണം എന്നുള്ളത് നമ്മളത് മനസ്സറിഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും റാങ്ക് ഒന്നും നോക്കി നിൽക്കരുത്. റാങ്ക് ഒന്നും നമുക്ക് വരുമാനം കൊടുത്തില്ല. സത്യത്തിൽ RTC എന്ന് പറഞ്ഞ റാങ്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ RTC ആവാനെടുത്ത ഇതിനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞെന്നുള്ളതാണ്. RTC എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുമ്പോൾ RTC വരെ എത്തിയ വരുമാനം തീർന്നു. ഇനി NTC വരെ എത്തുമ്പോൾ കുറച്ച് വരുമാനം കിട്ടും. അത് കഴിഞ്ഞ CTC, ഇപ്പൊ CTC മറ്റേ NTC എന്ന് പറഞ്ഞ റാങ്കിലാണ് അല്ലെ, 2 കോടി പെയർ മാച്ച് ചെയ്ത് കഴിഞ്ഞു. ആർക്ക് കിട്ടിയ ആ പെയർ മാച്ച് ചെയ്ത് മാത്രം ഇൻകം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഒരു 3-4 കോടിയൊക്കെ ആയിരുന്നു. ഈ 2 കോടി മാച്ച് ആയ വരുമാനം ഒന്നും ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലാം ആണ്. അത് തീർന്നു. ഇവിടുന്ന് അങ്ങോട്ട് പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്നവനെ വരുമാനം കിട്ടും. പ്രവർത്തിക്കാതെ നോക്കി നിൽക്കുന്നവന് ഒന്നും കിട്ടൂല. ഈ നോക്കി നിൽക്കുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാത്ത ആളുകൾക്കാണ് പരാതികൾ ഉണ്ടാക്കുന്നത്. ഞാൻ വന്നിട്ട് ഇത്രയായി സാറേ, ഒരു ഭാഗത്ത് ഇത്ര BV ഉണ്ട്, മറ്റേ ഭാഗത്ത് എന്താ കേറാത്തത്? കേറണമെങ്കിൽ വർക്ക് ചെയ്യണ്ടേ? ഇന്റെ ടീം ശരിയില്ല അല്ലേ, ഓൻ ശരിയില്ല, ഇവള് ശരിയില്ല, അവൻ ശരിയില്ല, ഞാൻ ശരിയുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രം. അത് നമ്മള് മനസ്സിലായി. ഞാൻ മാത്രം ശരിയുള്ളൂ, അല്ലാതെ ടീം ശരിയില്ല. അതൊന്നും ചിന്ത ഒഴിവാക്കണം. ഇവിടെ നമ്മളാദ്യം ക്ലിയർ ചെയ്യുക. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മളെ മക്കളെ വളർത്താൻ കഴിയുന്നുണ്ടോ ആർക്കെങ്കിലും? ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എന്റെ മോനും മോളും ഒക്കെ നാളെ വളരുന്ന ഉറപ്പുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എന്നിട്ടല്ലേ വേറെ 1000 ആൾക്കാർ എന്റെ വാപ്പന്റെ മക്കൾ ഇവിടെ വന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ കേൾക്കണം എന്നുള്ളത് വാശി പിടിക്കുന്നത്? ഒരു കാരണവശാലും നടക്കാത്ത കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. 1000 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടാണ് 10 എണ്ണം അല്ലെ, 10 എണ്ണം കിട്ടിയാ കിട്ടി. ആ 10 അടുത്ത 1000 കൊണ്ടുവരാനുള്ള 10 ആളുകൾ കൂടെ നമ്മളെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മളെ വിജയം. നമ്മളെ ശത്രുക്കൾ പുറത്തല്ല, നമ്മളെ ശത്രുക്കളൊന്നും പുറത്തല്ല, നമ്മളെ ശത്രു നമ്മളെ. അവിടെയാണ് നമ്മളെ പ്രശ്നം. നിന്റെ ശത്രു ഷെഫീഖിന്റെ ശത്രു ഷെഫീഖാണ്. ഓരോ ആളുകളുടെ ശത്രുക്കളും അവരവരാണ്, അവരുടെ ഉപബോധ മനസ്സാണ്. ആ ഉപബോധ മനസ്സ് ക്യാച്ച് ചെയ്ത പ്രശ്നം കൊണ്ടാണ് ഇപ്പം പോണോ, വരണോ, നാളെ പരിപാടിക്ക് പങ്കെടുക്കണോ, ടിക്കറ്റ് പൈസ ഞാൻ കൊടുക്കണോ, പ്രൊഡക്റ്റ് ഞാൻ എടുക്കണോ, നാളെ പ്ലാൻ പറയാൻ പോണോ എന്ന് ചോദിക്കുന്ന പുറമുള്ള ആളുകളല്ല, നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ശത്രു നമ്മളോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനാദ്യം പിടിച്ചു കിടണം. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ എന്നാലേ കഴിച്ചിലാവുള്ളൂ, എന്നാലേ രക്ഷപ്പെടൂ, എന്നാലേ ആ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങിയേ പറ്റൂ. ബോധപൂർവം നിങ്ങൾ തിരിച്ചെന്താണുള്ളത് അന്നേ നമുക്ക് സക്സസ് ഉണ്ടാവാം. വിജയം എന്ന് പറയുന്നത് എന്താന്നുള്ളത് കുറച്ചൊരു പണിയുണ്ട് അല്ലേ? ജീവിക്കാൻ കഷ്ടപ്പാടാണ്. ചില ആളുകൾ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. ജീവിക്കാൻ ഒരു കഷ്ടപ്പാടും, അത് തെളിയിച്ച ആളായാണ്. ജീവിക്കാൻ ഒരു കഷ്ടപ്പാടുമില്ല. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മല പോലെ എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഏതെങ്കിലും ഒരു സ്വർണ്ണം ഗോൾഡ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞാൽ അന്നേരം ഞാൻ ആ ഗോൾഡ് എടുത്തു കൊടുക്കും. ആ ഗോൾഡ് എടുത്തു കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പം തന്നെ
അത് ഗോൾഡ് എടുത്ത് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആൾ വരും. അടുത്ത ആൾ വന്നിട്ട് ഇങ്ങനെ പറയും, ഷെഫീഖെ മോനെ കല്യാണം ആവാനായിട്ടോ നിന്റെ ഗോൾഡ് എടുത്ത് തിരിച്ചു തരണേ, അല്ലെങ്കിൽ നിന്റെ കടം വിടണേ, ബാങ്കിൽ നിന്ന് ഒരു കോൾ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഒന്ന് തീരുമ്പോ ഒന്നായിട്ട് ഞാൻ എന്റെ കൂടുതലുള്ള ഒരാളോട് ചോദിച്ചിട്ട്, ഞാനെന്താ കുപ്പിന്നും വന്ന ഭൂതാണോ, തീരുമ്പോ എനിക്ക് പണി തരാമെന്ന് ഞാൻ ചോദിച്ചിട്ട്. അതേപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, ഇറങ്ങി പ്രവർത്തിക്കണം. മനസ്സറിഞ്ഞ് അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങൾ എന്റെയും ജീവിതത്തിൽ സൃഷ്ടിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അതിന് കെൽപ്പുള്ള ഒരു കമ്പനിയാണ് MA ലൈഫ് സ്റ്റൈൽ എന്ന് നിങ്ങൾ വിശ്വസിച്ചിറങ്ങുന്നത്. എപ്പോഴാണോ അതെന്നാണോ നിങ്ങൾ തിരിച്ചറിയുന്നത്, അന്നാണ് നമ്മൾ ഇവിടെ നിന്നും സക്സസ് ആവാൻ വേണ്ടി പോകുന്നത്. കഷ്ടപ്പെടാൻ തയ്യാറാണോ എന്ന് എല്ലാവരോടും ചോദിക്കുമ്പോ എല്ലാ ആളുകളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മൈലേജ് ഐഡിയ അടിച്ച ആളുകളും ലീഡേഴ്സും ഈ മൈലേജിലൊന്നും ഐഡിയ അടിക്കാത്ത എല്ലാ ആളുകളും പറഞ്ഞ കഷ്ടപ്പെടുന്നില്ലേ? എല്ലാ ആളുകളും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡെഫിഷ്യൻസും തെറ്റാണ്. പോണ്ട ആ ഒരു ഏരിയ എവിടെയാണെന്നുള്ളത് ആരും മനസ്സിലാക്കി. എല്ലാ ആളുകളും കഷ്ടപ്പെടുന്നത് മരണം വരെയാണ്. മരണം വരെ കഷ്ടപ്പെടാൻ തയ്യാറാണ്. മരണം വരെയല്ലേ കഷ്ടപ്പെടേണ്ടത്, വിജയം വരെയാണ് കഷ്ടപ്പെടേണ്ടത്, സക്സസ് ഉണ്ടാക്കുന്നത് വരെയാണ് കഷ്ടപ്പെടേണ്ടത്. മരണം വരെ കഷ്ടപ്പെട്ടാൽ മരണം വരെ കഷ്ടപ്പെട്ട് പോകേണ്ടി വരും. എന്നാൽ വിജയിക്കുന്നത് വരെ കഷ്ടപ്പെടാൻ നിങ്ങൾ എന്നാണോ തയ്യാറാവുന്നത്, അന്നേ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അല്ലെ, ഒരുപാട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അറിയാത്ത ഒരു കാര്യവും നമ്മൾ പറയാറില്ല. ഉസ്താദും അയ്യൂബ് സാറും റമീസ് സാറും സാഹിർ സാറും ബിജു സാറും ഒക്കെ നിങ്ങളോട് ഇഷ്ടംപോലെ ക്ലാസ് എടുക്കുന്നത്, പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നത്, വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുക. നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മ ചെയ്യുന്ന പോലെ. ഉമ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരാളാണ് അല്ലെ. മടക്കിൽ നമുക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നെറ്റിത്തടത്തിൽ ഒന്ന് കൈ വെക്കും, മോനെ പനി മാറിയോ 1000 വട്ടം കിടക്കുമ്പോൾ ചിലപ്പോൾ വരുമൊക്കെ ചെയ്യും. അതേമാതിരി ഒരു 1000 വട്ടങ്ങളെ ലീഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാനായിട്ട് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ ചില ആളുകൾക്ക് സാധിക്കില്ല. എന്നെക്കാൾ പ്രായം കുറഞ്ഞേ, എന്നെക്കാൾ പ്രായം കൂടുതലുള്ള, എന്നെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞേ ഇയാള് പറഞ്ഞാൽ ഇവള് പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലാണ് വന്നത് എന്ന് ഒരു സമയമെങ്കിലും നമ്മൾ ഓർമ്മപ്പെടുത്തണ്ടേ? നിങ്ങളെക്കാൾ ഒരു ദിവസം മുന്നേ വന്ന ആളല്ലേ അപ്ലൈൻ നിങ്ങളെ ആള് വർക്ക് ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ ഒരു ദിവസമെങ്കിലും മുന്നിൽ വന്ന ആളെ. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? ഒരു ക്ലാസ് എങ്കിലും മോർണിംഗ് വെയിറ്റോ ഒരു GTS ഒരു FSSോ നിങ്ങളെക്കാൾ അധികം കേട്ട ഒരാളെ ഇന്നും വർക്ക് ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന. അപ്പൊ ആ രീതിക്ക് ഒന്ന് അറിഞ്ഞ് പ്രവർത്തിക്കണം. നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിന്റെ മാതിരി ഈ മൈലേജ് ബിസിനസിനെ കണ്ടിട്ടാണെങ്കിൽ തീരാതെ പ്രശ്നം. ഞാൻ അങ്ങനെ കാണുന്നത് സത്യമായിട്ട്. ഞാൻ എന്റെ മനസ്സിൽ കാണുന്നത് എന്റെ ബാങ്ക് അക്കൗണ്ടിനെ പോലെയാണ് മൈലേജ് ഞാൻ കാണുന്നത്. ബാങ്ക് അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താ? ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യണമെങ്കിൽ ഞാൻ അതിൽ പോയിട്ട് പണം ഡെപ്പോസിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്റെ അക്കൗണ്ടിൽ നിന്ന് പണം എനിക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഞാൻ അതിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യണം. മൈലേജ് എന്ന് പറഞ്ഞ കമ്പനീന്റെ ID നമ്പർ എന്റെ അക്കൗണ്ട് നമ്പറാണ്. ഞാൻ അതിൽ നിന്ന് പണം ഇങ്ങോട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ ഞാൻ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തത് എന്റെ ടൈമും എന്റെ എഫേർട്ടും ആണ്. ഈ ടൈമും എഫേർട്ടും ഞാൻ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണെങ്കിൽ നാളുകളിൽ എനിക്ക് അതിന് പണം വിഡ്രോ ചെയ്യാം. ഇത്രേ മാറ്റുള്ളൂ. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യണമെങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യണം. മൈലേജിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യണമെങ്കിൽ ടൈം എഫേർട്ടും മാത്രം ഡെപ്പോസിറ്റ് ചെയ്യാൻ മതി. സമയം നോക്കാതെ പണിയെടുക്കുന്നവരേ ഉള്ളൂ വില നോക്കാതെ നാളെ സാധനം പറ്റും. സമയം നോക്കാതെ പണിയെടുക്കുന്നവന് വില നോക്കാതെ നമ്മൾ ആഗ്രഹപ്പെട്ടതൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പഠിക്കണം, ബിസിനസ് ചെയ്യാം. എന്റെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ എക്സ്പീരിയൻസ് കേട്ടാണ്. എന്നാലും ഞാൻ പറയാണ്, അനുഭവിച്ച ഒരുപാട് വേദനകൾ, മുറിവുകൾ, അതൊക്കെ ഇന്നും ഹൃദയത്തിൽ അങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും ഒരു കാരണവശാലും കനല് കെടാതെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയും. കാരണം അത്രയധികം ആഴത്തിൽ മുറിവേറ്റതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. ഏറ്റവും കൂടുതൽ നിങ്ങളെയൊക്കെ മുന്നിൽ ചിരിച്ച് പുഞ്ചിരിച്ച് കഥ പറഞ്ഞു നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്കാർക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മുറിവും വേദനയൊക്കെ ഹൃദയത്തിലുള്ളത്. എന്റെയൊക്കെ അനുഭവമാണ്. ഞാൻ ഒരാളെ മുന്നിലും കരയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്നാലും ചില സമയത്തൊക്കെ നമ്മൾ കണ്ടാൽ ചോദിക്കും, എന്തൊരു ടെൻഷൻ ഉണ്ടല്ലോ, എന്ത് ചെയ്യാനാ, കൂട് പോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് പുറത്തേക്ക് കൂട്ടി. എന്നാലും അതിന്റെ ഒരു 99% അത് പുറത്ത് കാണിക്കാതെ ചിരിച്ച് കളിച്ച്, അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന സ്ഥലത്തൊന്നും മാറി നിന്നിട്ടെങ്കിലും ഞാനൊക്കെ നിൽക്കാറുണ്ട്. ചില സമയത്തൊന്നും ഞാൻ എന്റെ പല ലീഡേഴ്സിനെയും പല ഭാഗത്തൊന്നും കാണാറുണ്ട്. എന്റെ കൂടെ ഉള്ള ലീഡേഴ്സും എന്റെ ലവ് ലൈൻ ആയിട്ടുള്ള ആളുകളെയും ഞാൻ കാണാറുണ്ട്. കാണുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കയറി വർത്താനം പറയാനില്ല, പരിചയം. എത്രയോ പ്രാവശ്യം പല ഏരിയയിലും പല മീറ്റിങ്ങിലും നിങ്ങളെ നിൽക്കപ്പെട്ട പല ആളുകളും പല ഫോളോ അപ്പിനും പോകുമ്പോൾ തൊട്ടടുത്ത് ഞാനും ഉണ്ടായിരുന്നു.
പക്ഷെ ഞാൻ കടന്നു വരാറില്ല. പല പല സാഹചര്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനൊന്നും ഒരിക്കലും അങ്ങനെ മുന്നിലേക്ക് നിന്നു കൊടുക്കൂല. ഇനി അഥവാ ഞാൻ മുന്നിൽ പെട്ടുകയാണെങ്കിലും എന്റെ പിടുത്തമുള്ള ലെവലിൽ എന്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലൊന്നും ഞാൻ ഒരാളെയും മുന്നിലേക്ക് പോയിട്ടില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, വീട്ടിൽ കഴിക്കാനില്ലാതെ, മര്യാദയ്ക്ക് ഒരു മീൻ വാങ്ങാതെ 10-16 ദിവസം പോയ സമയമുണ്ട്. വെറും കഞ്ഞിന്റെ വെള്ളവും മറ്റേ ഇതൊക്കെ ഈ നൂറ്റാണ്ടിൽ, അതൊന്നും കുറെ കാലം മുന്നേ. കാരണം എനിക്കൊരു 38 വയസ്സായി. ഈ 38 വയസ്സിൽ ഞാൻ എന്താ പറയാ, ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞാൻ 38 വയസ്സ് ഇപ്പം ആയിട്ടുള്ളൂ. 38 വയസ്സിന്റെ മുന്നേ ഒരു 6-7 കൊല്ലം മുന്നേ നടക്കുകയാണ്. എനിക്ക് 29-30 വയസ്സിലൊക്കെ അനുഭവിച്ച വേദനകളും യാതനകളും ഒക്കെ ഒരുപാട് മുറിവുകളായിട്ട് എന്റെ മൈൻഡിലുണ്ട്, മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവിച്ച് നമ്മളെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സമയമില്ല, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഈ പ്രശ്നം തീരട്ടെ, ഇത് തീർന്നിട്ട് വേണം മൈലേബിൽ വന്ന് തകർക്കാൻ, കുറച്ച് പൈസ എത്തിയിട്ട് വേണം ഞാൻ മൈലേബിൽ പ്രൊഡക്റ്റ് എടുക്കാൻ എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാ പൈസ ഉണ്ടായിട്ടല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരേണ്ടത്. ഒന്നും കയ്യിൽ ഇല്ലാത്തപ്പോഴാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരേണ്ടത്. കുറെ പൈസ കയ്യിലുണ്ടായിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് എന്ത് കാര്യം? ഒരു പണവും കയ്യിലില്ലെങ്കിലാണ് മൈലേജിൽ അപാരമായ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. എല്ലാം ഉണ്ടായിട്ടല്ല ഇറങ്ങുന്നത്. ഒന്നും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് മൈലേജിലേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടത്, നേടേണ്ടത്. അങ്ങനെ വേണം കരുതാൻ. അല്ലാതെ എന്റെ അടുത്ത് നാളെ ഒരു 15,000 രൂപ എന്നിട്ട് വേണം പുറത്തെടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഒരു ആഴ്ച ഷോപ്പ് എടുക്കണം, ഏതെങ്കിലും കുറച്ച് പൈസ കിട്ടട്ടെ എന്നിട്ട് വേണമെന്നല്ല. ആ പണം നമ്മൾ എന്ത് വില കൊടുത്ത് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. എന്നിട്ട് വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ. അല്ലെങ്കിൽ എല്ലാം നേരിട്ട് വൈലപ്പ് ചെയ്യാന്നുള്ള ചിന്ത വെറും തെറ്റാണ്. അതൊരു ചിന്താഗതി റെഡിയല്ല. അങ്ങനെയാണെങ്കിൽ ഷെഫീഖൊന്നും ഒരു കാലത്ത് ഈ ബിസിനസ്സിൽ ഇറങ്ങൂല. കാരണം നിന്റെ അടുത്ത് ഒരു പണം പോലും ഇല്ലാതെ, ജീവിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതെ, ഇനി എന്ത് എന്നുള്ള ചോദ്യച്ചിഹ്നം എങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് മൈലേജ് ആയിട്ടുള്ളത്. എന്നിട്ടാണ് പണം വരുത്തി. ഇന്ന് അൽഹംദുലില്ലാഹ് ഏകദേശം 1.5 കോടി പേർമേച്ച് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 10-50 ലക്ഷം രൂപ വന്നിട്ടാണെങ്കിൽ നാഷണൽ ടീം കോർഡിനേറ്റർ എന്നുള്ള ലെവലിലേക്ക് എത്തി. രണ്ടാമത്തെ ഐഡി ഏകദേശം ഒരു 20-22 ലക്ഷം രൂപ വന്നിട്ടാണെങ്കിൽ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തി. മൂന്നാമത്തെ ഐഡി ഏകദേശം 60,000 വോളിയം വന്നിട്ടാണെങ്കിൽ DTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തി. ഇങ്ങനെ കടന്ന് വരാൻ നോക്കിയാൽ എന്താ അറിയോ, അത്രക്ക് അത്യാവശ്യമുണ്ട്. ലൈഫ് ഈസ് ഡ്രാമ. ജീവിതം എന്ന് പറയുന്ന ഒരു നാടകം. ആ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. വെറുതെ അങ്ങ് പിടുത്തം കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്ത് പോകാൻ വന്നതല്ല. മരണം എന്ന് പറയുന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അത് മരിക്കും. അത് പടച്ചോൻ തീരുമാനിച്ചൊരു സമയമുണ്ട്. വെറുതെ വിധിയെ പയറ്റി നിൽക്കാനല്ല ഞാനൊന്നും ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഇവിടുന്ന് വിട്ടു പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ, എന്റെ ഫാമിലിയെ സെക്യൂർ ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് ഒരു പരാതിയില്ല. എനിക്ക് 4 ആളവൻ കൊണ്ടു തന്നില്ല, എന്റെ ഒരു ഭാഗത്ത് സാറേ ലീഡർ നോക്കേണ്ടതാണ്, ഈ ഭാഗത്ത് ടേൺ ഓവർ കയറില്ല, ഇന്നാള് വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങളത് വർക്ക് ചെയ്യും. ഞാനൊക്കെ ഇറങ്ങി വർക്ക് ചെയ്യും. എവിടെ പോകാനും മടിയില്ലാതെ, ഏത് ഹോം മീറ്റിംഗ് എടുക്കാതെ 2 ആളുടെ മീറ്റിങ്ങിലും പോയിട്ട് 1-to-1 കൊടുക്കാൻ ഇന്നും പോകുന്നുണ്ട്. ഇഷ്ടംപോലെ മീറ്റിങ്ങൾ, ഹോം മീറ്റിങ്ങൾ ആളില്ലാത്തതും. ചില സമയത്തൊക്കെ എന്നെ വളരെ ലെവലിൽ വിളിച്ചിട്ട് പോയി നോക്കണം, ഇത് വെറും 3 ആള് 4 ആളൊക്കെ ചിലപ്പോൾ മീറ്റിങ്ങിന് ഉണ്ടാവുള്ളൂ. ഹോം മീറ്റിങ്ങിന് എന്നെ വിളിക്കുന്ന മീറ്റിങ്ങിലൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് 4 ആളായത് നന്നായി എന്നാ പറയുന്നത്. ഒരു കാരണവശാലും എന്റെ കൂടെ വന്ന ഒരാളെ വിഷമിക്കരുത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ പറയും, 4 ആളോ 5 ആളോ നോക്കണം. ഇങ്ങനെ തന്നെയാണ് 440 ഒക്കെ ആവുക. അതൊരു എക്സ്പീരിയൻസ് ആണ്. 4 ആളുടെ ഈ 4 ആളെ എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ സുഖമാണ് എന്ന് പറഞ്ഞ മീറ്റിംഗ് എടുക്കല്. എല്ലാം 4 ആളുടെ കൊണ്ട് ഞാൻ പോവാതൊക്കെ വരാതൊക്കെ ഒരു പരിപാടിയില്ല. NTC, RTC, STC, ITC എന്നൊക്കെ പറഞ്ഞ റാങ്കൊക്കെ ഇവിടെ ടീമിലുള്ള ആളുകളും നമ്മളും ഇവിടെ കൂടെ പ്രവർത്തിച്ചിട്ട് വരുന്ന സാധനമാണ്. അത് ഇനിയും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ശക്തമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കും. എങ്കിലെ സൗണ്ടിന് ചെറിയ കുഴപ്പമുണ്ട്. കാരണം സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ സൗണ്ടിന് തന്നെ കുഴപ്പമുണ്ട്. കാരണം കഫക്കെട്ടും ജലദോഷം ഒരു 10 ഡോസായിട്ട് മാറിയില്ല. കാരണം മാറാനുള്ള സമയം ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രശ്നം. മീറ്റിങ്ങും പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് ഇപ്പോ എന്റെ ടീമിലുള്ള ആളുകളൊക്കെ പാടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഏകദേശം എന്റെ ടീമിലുള്ള കുറച്ച് ആളുകളും ബാക്കിയുള്ള ആളുകളും നിങ്ങൾക്ക് അറിയുണ്ടാവും, ഗോവയിലേക്ക് ട്രിപ്പ് പോയതാണ്. 2 ബസ്സിലുള്ള ആളുകൾ പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10-11 തിരിച്ചെത്തും. ഞാൻ പോയിട്ടില്ല. എന്റെ ടീമിലുള്ള കുറെ ആളുകളും എന്റെ RTC സുമേഷ് സാറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ അതിന് പോയിട്ടില്ല. കാരണം ആദ്യമായിട്ടാണ് മൈലേജിൽ വന്നിട്ട് ഞാനൊരു യാത്ര പോലും ഞാൻ ഒഴിവാക്കണം. അതിന് മാത്രം വർക്ക് ഏറ്റു വെച്ചിട്ടുണ്ട്. പിന്നെ സുഖമില്ലാത്ത തരാറുണ്ട്. സുഖമില്ലാണ്ട് വീട്ടിലൊന്നും ഇരുന്നിട്ടൊന്നുമില്ല. ഇറങ്ങിയിട്ട് ഓടി തന്നെയാണ്. എന്നും പറയും ഇന്ന് പോണോ, നാളെ പോയാൽ പോരെ, ഇന്ന് പോണോ, നാളെ പോയാൽ പോരെ, ഇങ്ങനെ ചോദിക്കും വീട്ടിൽ തന്നെ. പക്ഷെ ഇന്ന് പോകേണ്ടത് ഇപ്പം ചെയ്യണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ, ഞാൻ പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്റെ സൂക്കേട് നാളെ മാറും. പക്ഷെ ഞാൻ പോയിട്ടില്ലെങ്കിൽ എന്റെ കൂടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അതൊരു വിഷമാവും.
അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടാത്തതും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരാത്തതും നോക്കി നിങ്ങൾ നിൽക്കല്ല. നാളെ നിങ്ങൾക്ക് വരും. ഇന്ന് എന്റെ ദിവസം, ഇന്ന് നമ്മുടെ ദിവസമാണ്, നാളെ നിങ്ങളുടെ ദിവസമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറങ്ങി അങ്ങ് ഓടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. അൺകണ്ടീഷണൽ ലവ്, മൈലേഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനും വെക്കരുത്. അൺകണ്ടീഷണൽ ലവ് ആയിട്ട് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം നാളെ നിങ്ങളെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. അത് DTG ആയിട്ടും STG ആയിട്ടും RTG ആയിട്ടും ഒന്നും ആയിരിക്കല. അതിനൊക്കെ വലുത് നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോ. കാരണം ആളുകൾ വരാനുണ്ട് നമ്മളെ കൂടെ, ഇനിയും ഇനിയും എത്രയോ ആളുകൾ വരാനുണ്ട്. വന്ന ആളുകളിലേക്ക് നോക്കി നിന്നിട്ട് സമയം കളയരുത്. ഇനിയും വരാനിരിക്കുന്ന ആളുകളിലേക്ക് നോക്കിയിട്ടാണോ നമ്മളൊക്കെ വർക്ക് നടക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇന്ന് മുതൽ ശക്തമായിട്ടൊരു തീരുമാനം എടുക്കണം. ഈ വരുന്ന ഇപ്പൊ നമ്മൾ പ്രസന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന 2025 എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വർഷമാണ്. അതിനിറങ്ങി പ്രവർത്തിക്കാനുള്ള ലെവലിലേക്ക് നിങ്ങളൊന്ന് ഒരുങ്ങിക്കെട്ടി നിന്നുകയാണെങ്കിൽ 2026 എന്ന് പറയുന്ന പൊൻപുലരിയിൽ നിങ്ങളൊക്കെ ലൈഫൊക്കെ അങ്ങ് മാറി പറയും. ഇപ്പൊ TC ആയ ആള് പോലും ചിലപ്പോ 2026 STC RTC ഒക്കെ എത്താൻ മാത്രം പാകമുള്ള ഒരു ബിസിനസ്സാണ് MA ലൈഫ് സ്റ്റൈൽ എന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിങ്ങൾ ഇറങ്ങി ഓടാൻ തീരുമാനിച്ചിട്ടാണെങ്കിൽ ഒരുപാട് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലും എഴുതി വെച്ച നല്ല മെഷർമെന്റ് ഉള്ള ഗോളുകളായിട്ട് എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും നേടാൻ വേണ്ടി സാധിക്കും. ഞാൻ ഒരുപാട് ഡ്രീം സെറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയാ ഇങ്ങനെ പോകുന്ന ആളാണ്. ചെറുതും വലുതും എല്ലാം ഓരോ ഡ്രീമുകളാണ്. 2025 എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഈ മാസം 28 അങ്ങനെ മനസ്സിൽ കണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, എന്നെ കൊണ്ട് കഴിയുന്ന ഗിഫ്റ്റ്. അപ്പൊ ഒരു ഫ്ലൈറ്റ് യാത്ര ചാർട്ട് ചെയ്ത് ഞാനും വൈഫും ആ ദിവസം ഒരു ഫ്ലൈറ്റ് യാത്ര, ആ ലെവലിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഒന്ന് ഓട്ടോറിക്ഷയിലോ ഒന്ന് സ്കൂട്ടറിലോ ഒന്ന് നടന്നിട്ട് പോകാൻ പോലും കഴിയാത്തൊരു സമയത്തുള്ള ഒരു ഷെഫീക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ 3-4 വർഷം. ഇന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അത് ചിന്തിപ്പിക്കുന്ന നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം തരുന്ന നമുക്കൊക്കെ നാളെ ഇനിയും ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫ് കൊണ്ടുതരും. നമ്മൾ മേലോട്ടുള്ളത് പഠിച്ചാൽ എന്നും ശുക്ർ കൊടുക്കണം. അപ്ലൈനിൽ എന്നും നന്ദിയോട് കൂടിയിട്ട് സ്മരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്ലൈൻ എന്തോ ആയിക്കോട്ടെ. ചിലപ്പോ എന്റെ അപ്ലൈനൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ചിലപ്പോ പേര് പറയാൻ പോലും ഒരു അപ്ലൈൻ ഉണ്ടാവാം. ഇന്നയാളാണ് എന്റെ അപ്ലൈൻ, ഇന്നയാളാണ് എന്റെ ലീഡർ. മീറ്റിങ്ങിൽ നിങ്ങൾക്ക് കാണാം, എവിടെയെങ്കിലും കാണാം. നിങ്ങൾ ഇന്ന് വരെ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലായിട്ട് എന്റെ ഒരു അപ്ലൈനുകൾ ആരെങ്കിലും, എന്റെ അപ്ലൈൻ എന്നെ കൊണ്ടുവന്ന അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ വേണമെങ്കിലും മെൻഷൻ ചെയ്യാം. പക്ഷെ സ്പോൺസർ ഉണ്ടാവില്ല ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന്. എനിക്ക് ഒരു സ്പോൺസർ കൊണ്ടുവന്ന അന്ന് എനിക്ക് ബിസിനസ് തന്ന എന്റെ സ്പോൺസർ സ്റ്റാർ എന്ന് പറഞ്ഞതായിരിക്കും. സ്റ്റാർ എന്താ സ്റ്റാർ? നമ്മൾ AIG നോക്കുകയാണെങ്കിൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ 50,000 മാച്ചായാലല്ലേ സ്റ്റാർ. എന്റെ അപ്ലൈൻ സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്കിലാണ്. റൂബി ഇന്നും ആയിട്ടില്ല. ID നിലനിൽക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എങ്ങനെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. ഇന്നും ഞാനും ആളും നല്ല കമ്പനിയെ എന്റെ പാർട്ണറാണ്. ഇന്നലെയും വിളിച്ച് സംസാരിച്ച് ബിസിനസ് അല്ലാതെ മാത്രം ട്രഡീഷണൽ ബിസിനസ്. എന്നാൽ ഒരു ഭാഗത്ത് ഏകദേശം CTC ആയി 5 കോടി അടുത്തായി. മറ്റേ ഭാഗത്ത് സ്റ്റാറാ. ആള് വാങ്ങിയത് നിങ്ങളെ പോലെ ഏത് തുടക്കത്തിലുള്ള ആളുകളോട് പറഞ്ഞത്. ഇന്നലെ ID അടിച്ച ആളെ പോലെ സ്റ്റാറായ ആളെ പോലെ 6,000-7,000 വാങ്ങി. ആള് വന്നിട്ട് എന്നാ വന്നത്? അതായത് ഞാൻ പറഞ്ഞതിൽ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നോക്കി നിന്നാൽ ID അടിച്ച് ആരെങ്കിലും കൊണ്ടുവന്നാൽ 9,000 ഉണ്ടാക്കി കളയാമെന്ന് ആരും വിചാരിക്കണ്ട. ഒന്ന്. ഇനി ആദ്യമേ വന്നവർ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ബിസിനസ്സും അല്ല. രണ്ട് ഉത്തരല്ലേ. ഇവിടെ നിന്ന് മണൽ വാരുന്നവരും ദുഃഖിക്കും, വാരാത്തവരും ദുഃഖിക്കും. അല്ലേ? വാരുന്നവൻ കുറച്ചല്ലേ വാരി എന്നുള്ളത് ആലോചിച്ചിട്ട് ദുഃഖിക്കും, വാരാത്തവൻ ഞാൻ ഒന്നും വാരിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ദുഃഖിക്കും. അതേപോലെ നോക്കി നിന്നാൽ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ ആളെ നോക്കി നിന്നില്ല. ഇന്ന് സ്റ്റാർ ആയ ആളാണോ എന്റെ കൂടെ എന്റെ അപ്ലൈൻ എന്റെ സ്പോൺസർ വർക്കിന് വരുന്നത്? ആരെന്റെ കൂടെ വർക്കിന് വരുന്നത്? ഞാൻ മാത്രമാണ് വർക്കിന് പോകുന്നത്. വലിയ മീറ്റിംഗ് മിനിമം 20, 30, 40 ആളുകളുടെ പ്ലാനിങ് മീറ്റിലേക്ക് മാത്രമേ എന്റെ അപ്ലൈൻ ആയിട്ടുള്ള ആളുകളെ, എന്റെ മെന്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഞാൻ വിളിക്കുന്നുള്ളൂ. ബെല്ലി സാറോ, റജി സാറോ, ധനി സാറോ, സുബി സാറോ, ബൈജു സാറോ, ഇവരൊക്കെ 20, 30 ആളുകളുടെ മീറ്റിങ്ങിലേക്ക് മാത്രം വിളിക്കുള്ളൂ. അല്ലാതെ 1-to-1 ഹോം മീറ്റിംഗ് ഒക്കെ ഒറ്റക്ക് പണവെട്ടി വന്നവരെയാണ്. ഒരു മറ്റേ ഡയലോഗ് ഉണ്ട് വരെ, നിവിൻ പോളിന്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഒറ്റക്ക് പണവെട്ടി വന്നവരാണ് ഞാൻ.
ഞാൻ മറ്റോന്റെ മോനോ മർഷോന്റെ മോനോ ഒന്നല്ല എന്നുള്ളത്. അതേമാതിരി തന്നെ ഷെഫീഖിനും പറയാനുള്ളത്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഡെവലപ്പ് ചെയ്താണ് സ്റ്റാർട്ടിങ് മുതൽ. പിന്നെ ലീഡേഴ്സിന് ഒരുപാട് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അറിവുകൾ. ഇന്ന ഡയറക്ഷൻ, ഇന്ന ഭാഗത്തേക്ക് പോകരുത്, ഇന്ന ഭാഗത്ത് കുഴി ഉണ്ട്, ഇന്ന ഭാഗത്ത് കല്ലുണ്ട്, ഇന്ന ഭാഗത്ത് വലിയ കുളമുണ്ട്, ചാടി പോകുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകില്ല. ഇപ്പോഴുള്ള ലീഡേഴ്സ് അന്ന് അതിനൊന്ന് പോയി നോക്കിയാലും. മുസ്തഫ സാറോട് ഞാൻ പറയാണ്, ഇതാ ഇന്ന വായിക്ക് പോണ്ട, ആടൊരു വെള്ളക്കെട്ടുണ്ട് പോകും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകരുത്. വെള്ളക്കെട്ടുണ്ടോ, ഞാൻ പോയി നോക്കിയാൽ എന്താ? അങ്ങനെ ചില ആൾക്കാർ അടങ്ങ് പോണട്ടോ, ഇന്ന സെയിൽ എടുക്കണട്ടോ, ഇന്ന പോലെ പറയരുത് കേട്ടോ. എന്താ പറഞ്ഞാല്, എന്താ ചെയ്താല്, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറായി. ഇന്ന ഭാഗത്തേക്ക് പോയിക്കുകയാണെങ്കിൽ മറ്റേ ചാവക്കാട് എത്തും, ഇന്ന ഭാഗത്തേക്ക് പോയിക്കോ വെച്ച് തൃശ്ശൂരല്ലേ പോട്ടെ തൃശ്ശൂർ എത്തും, ഇന്ന ഭാഗത്ത് പോയാൽ കണ്ണൂർ എത്തും എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് പോകാം. അതിനെ പോയാൽ കണ്ണൂർ എത്തും. അങ്ങനെ നിങ്ങൾ വിളിക്കോളി. ഇന്നത് ചെയ്തോ എന്ന് പറഞ്ഞാൽ ചെയ്തോ. ഹോം ഷോപ്പിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്തോളി. അത് വിജയിച്ച പാതയാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്തോളി. പ്രൊഡക്റ്റ് ഇന്ന രീതിയിൽ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ പറഞ്ഞോളി. ഇന്ന മീറ്റിങ്ങിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പങ്കെടുത്തോളി. അത് ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ്, അത് ചെയ്തു പോകണാണ്, സിസ്റ്റമാണ്. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് പോകാം. പക്ഷെ എന്താ പറയാ, വിരോധാഭാസം നടക്കുകയാണെങ്കിൽ ഇതാണ്, നമ്മൾ പോണ്ടെന്ന് പറഞ്ഞ വൈക്കുമ്പോൾ പോയിട്ട് ശീലമായി ഒന്നും ചെയ്തു നോക്കിയാൽ, എന്നിട്ട് വേണം നമ്മൾ ചെയ്തിട്ട് സക്സസ് ആയിട്ട് ആ വൈക്ക് ചെയ്തിട്ട് സക്സസ് ആയിട്ട് ലീഡറോട് പറയാൻ, നിങ്ങൾ പറഞ്ഞിട്ടും ഞാനത് മറികടന്നത് ഒരു കർശനം തരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പണി ചെയ്താൽ മതി. ലീഡേഴ്സ് പറയുന്ന പണി ശക്തമായിട്ട് ഇറങ്ങി നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നാളുകളിൽ നിങ്ങൾ സക്സസ് ആവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ. ജീവിതത്തിന്റെ ഒരു കോണിൽ ഒരു പ്രശ്നവും മറ്റൊരു കോണിൽ അവസരം ഉണ്ടായ സമയത്ത് പ്രശ്നങ്ങൾ എടുത്തിട്ട് താലോലിച്ചില്ല, വാവാവോ എന്ന് പറഞ്ഞ് കൊണ്ടിറങ്ങിട്ടില്ല. അവസരങ്ങൾ എടുത്തിട്ട് താലോലിച്ച് നടന്നപ്പോ കൂടെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് തീരാൻ തുടങ്ങി. തുടക്ക സമയത്തുണ്ടല്ലോ, ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് ചായ, എന്തെങ്കിലും ഒരു ബേക്കറിയിൽ ഒരു ലഡു കിട്ടുകയാണെങ്കിൽ തിരക്കില്ല. വർക്കേ പോകുമ്പോ അന്ന് ആർട്ടിസി ഒന്നല്ലല്ലോ, അന്ന് പുതുതായിട്ട് കുറെ ആളുകളെ കണ്ട് ബിസിനസ് ഇല്ലാതുകൊണ്ടിരിക്കല്ലേ. ഏതെങ്കിലും വീട്ടിലൊക്കെ കയറിയിട്ട് പ്ലാൻ പറയാൻ, ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം തരും, അത് ഒരു ഗ്ലാസ് വെള്ളം തരും എന്ന് ചോദിക്കും, ഉണ്ടോ വറ്റിയിട്ട്. ഇന്ന് എവിടെ മീറ്റിങ്ങിന് പോയിക്കാണെങ്കിൽ മന്തിയും അൽഫാമും ഷവർമയും ഷവാഹിയും ഭക്ഷണം കംപ്ലീറ്റ് ഉണ്ട്. ഇന്ന് വേണ്ടാന്ന് പറയാണ്. ഒരു സമയത്തൊക്കെ കഴിച്ച് ഇപ്പൊ ഒരു 6 മാസമായിട്ട് എല്ലാം അങ്ങോട്ട് ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഒരു എന്താ പറയുക, 2025 കയറിയപ്പം തന്നെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് അത് 2025 പകുതിയോട് വരെ, ആ മാസത്തെ പകുതിയോടുകൂടി ഞാൻ നടപ്പിലാക്കി. ഇന്ന് ഞാൻ എന്റെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിലും ഓരോ കാര്യത്തിലാണെങ്കിലും ഞാൻ അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ, കാരണം എന്റെ ശരീരത്തിന് ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരാൾ ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. എന്റെ ശരീരത്തിന് ഞാൻ ഇഷ്ടപ്പെടും, എന്റെ ശരീരത്തിന് ചെയ്യുന്നത് ഞാനാ ചെയ്യേണ്ടത്. മധുരം എന്ന് പറഞ്ഞ സാധനമാണ്. ചായ കുടി ഞാൻ ഒഴിവാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചായ കുടിക്കാൻ. ഇടയ്ക്കുള്ള ഒരു ഗ്ലാസ് കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ് അല്ലേ. വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെ, പുറത്തു പോയാലും അങ്ങനെ തന്നെ. അത് ഞാൻ ഒഴിവാക്കി. അതിനൊരു മാസത്തോളമായിട്ട് ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല. ചായ അങ്ങനെ കുടിക്കാൻ ഒരു മാസത്തിലിടയ്ക്ക് ചിലപ്പോൾ 1-2 ചായ. തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ സ്നേഹത്തോടെ ചാലിച്ച് ഉപയോഗിച്ച 1-2 ചായ ഉള്ളൂ. അല്ലെങ്കിൽ RTP RRൊക്കെ പോകും. അതിൽ അവിടെ ആറ്റിറ്റ്യൂഡ് വേറെയാണല്ലോ, ലാക്കൽ ആറ്റിറ്റ്യൂഡ് ആണല്ലോ. പൈസ കൊടുത്തിട്ട് പോണല്ലോ, ഭക്ഷണം കഴിക്കണ്ടേ. അപ്പൊ അങ്ങനെ ചെയ്യണതാണ്. അങ്ങനെ ഒരുപാട് സംഗതികൾ ഒഴിവാക്കിയ സമയത്ത് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഒരു 3.5-4 കിലോന്റെ അടുത്ത് വെയിറ്റ് കുറഞ്ഞ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. നേരത്തെ ചാടി ഇടിക്കാനും നേരത്തെ ഉറങ്ങാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ എല്ലാം നമ്മളെ ഹാബിറ്റ് മാറ്റാൻ പറ്റും, നമ്മളെ ശീലങ്ങൾ മാറ്റാൻ പറ്റും. പക്ഷെ നമ്മളെ വിചാരിക്കാൻ പറ്റും, ഒരിക്കലും വേറൊരാക്കാൻ പറ്റും. വെല്ലി സാറിന് വന്നിട്ട് എന്റെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ എന്റെ ലൈഫ് സ്റ്റൈലിന് ഡയറക്ഷൻ തരാൻ വേണ്ടി പറ്റൂല, എന്റെ ശീലങ്ങൾ മാറ്റി തരാൻ പറ്റില്ല. അതിന് ഷെഫീഖ് എന്നെ കാര്യം. അപ്പൊ അതേപോലെ നിങ്ങൾ ചിന്തിച്ചിറങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയങ്ങൾ നാളെ നിങ്ങൾക്കും ഉണ്ടാകും. ഞാനൊക്കെ ഒരുപാട്, ഇനി കഥ പറയാനില്ലായിട്ടല്ല, എനിക്കൊക്കെ ഒരു 1000 കഥ എന്റെ ഇന്നലെ വെൻഷാമേടത്തോട് ഞാൻ ചോദിച്ചു, എന്താ ഞാൻ പറയാ, ഞാനത് സിനിമാ കഥ വന്ന് പറയേണ്ടി ഇനി പറഞ്ഞു. ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ ഇവിടെ കയറി പറഞ്ഞതാ. പക്ഷെ പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ, എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാനത് പറയട്ട. ഇനി അത് NTC ആവട്ടെ, NTC ആയിട്ട് നിങ്ങൾ അടുത്ത കഥ പറഞ്ഞിരുന്നു. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിത്ത് പ്രൂഫ് ഉണ്ട്. വിത്ത് പ്രൂഫായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ എന്റെ ലൈഫിൽ സംഭവിച്ചു. പക്ഷെ അതിനൊക്കെ പുഞ്ചിരിച്ച മുഖത്തോട് കൂടി അങ്ങനെ കാണും. അൽഹംദുലില്ലാ ഇതല്ലേ ഉള്ളൂ എന്നങ്ങനെ ചിന്തിക്കും. നാളെ ബാങ്കും നാളെ വന്നിട്ടല്ലോ എന്ന് ചിന്തിക്കും. ഞാൻ പിടിച്ച് ഇറക്കിയിട്ടൊന്നുമില്ലല്ലോ, ഇറക്കിയാൽ ഞാൻ ചിന്തിക്കും ഇറക്കിയിട്ടൊന്നുമല്ലോ വന്നിട്ടില്ലല്ലോ, അത് ഞാൻ ചിന്തിക്കും. ആ പോസിറ്റീവ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുറേ
ആക്റ്റീവന്റെ മുകളിലും ബൈക്കിന്റെ മുകളിലും ബസ്സിനും ട്രെയിനിലും പോയ ബൈക്കൂടെ ഇന്നൊരു മഹീന്ദ്ര കാറിച്ച് ഓടിച്ചു പോകുന്നുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ്, വല്ലാത്തൊരു സുഖമാണ്. അത് അനുഭവിക്കുക തന്നെ വേണം. ഇതിന്റെ മുന്നേ കാർ വാങ്ങാത്ത ആളും തന്നെയാണ് ഞാൻ. തുടക്കത്തിൽ എനിക്ക് 2 ഇന്നോവ കാർ ഉണ്ടായിരുന്നു, ഡസ്റ്ററും ടവേരയും റിറ്റ്സും. ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ പല സ്ഥലത്തും ഞാൻ ചുറ്റിക്കറങ്ങിയ ആളാണ്. കാശ്മീരും മണാലിയും ഷിംലയും ഹരിയാനയും രാജസ്ഥാനും പഞ്ചാബും നിന്റെ കാർ എടുത്ത് ഓടിച്ചാൽ പോയിട്ടുണ്ട്. 10 ദിവസം 14 ദിവസമൊക്കെ പോയിട്ട് കറങ്ങി 8000, 4000, 6000 കിലോമീറ്റർ ഓടിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ആ കാർ ഒന്ന് ഓടിക്കുമ്പോൾ എത്ര സുഖം എനിക്കില്ലേനും. ഇന്ന് ഈ കാർ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് കാറിന്റെ വില കൂടിയത് കൊണ്ടല്ല, അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലൊരു അധ്വാനത്തിന്റെ ഒരു വിത്ത് ഞാൻ പാകിയത് കൊണ്ടാണ് എനിക്കത് കിട്ടിയതെന്നുള്ള ബോധമായത് കൊണ്ടാണ് എനിക്കത് സുഖം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള ഒരാൾക്കും ഞാൻ കാർ വാങ്ങിയ ഒരു സംഭവമല്ല ഇത്. മൈലേജ് ബിസിനസ് ഒഴിച്ചു കൂടിയാൽ ഉള്ള കുടുംബപാടൊന്ന് തെറ്റിപ്പോയതാണ്. അതൊക്കെ നമ്മളോട് പറയണമെങ്കിൽ പ്ലാനൊക്കെ വരച്ച് കാണിച്ചിട്ട് വരേണ്ടി വരും എന്താണ് ഇങ്ങനെയാണെന്നുള്ളോ. പണ്ടൊരു റിക്സ് കാർ, പഴയ കാർ വാങ്ങിയാൽ എന്നോട് ശ്രദ്ധിക്കാൻ മോനെ കാർ വാങ്ങിയോ എന്ന് ചോദിച്ചാൽ കുടുംബക്കാരും കൂട്ടക്കാരും സ്വന്തക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നൊരു കാർ വാങ്ങിയപ്പോ ഒരാളെ വൈക്കല്ലേ വരുന്നില്ല. കാരണം എന്താ? ഇത് കാർ കൊടുക്കുന്ന ബിസിനസ് അല്ലേ. അവരൊക്കെ വിചാരം എങ്ങനെയാ, ഇത് കാർ കൊടുക്കുന്ന ബിസിനസ്സാ. ഓനെന്തൊക്കെയോ കാട്ടിയിട്ട് ഒരു കാറ് കിട്ടിക്കണ്. എത്ര വിയർപ്പ് ഒഴുക്കിയിട്ട് എത്ര അധ്വാനിച്ചിട്ടാണ് ഈ സാധനം നേടിയത് എന്നുള്ള ആരെങ്കിലും മൈലേജിലെ ടീം ഒഴിവാക്കിയിട്ടും. അതാ ഞാൻ പറഞ്ഞ ഐഡന്റിറ്റി. മറ്റുള്ളൊരു കൽപ്പണി എടുത്തിട്ട് ഒരുത്തൻ കാർ വാങ്ങിക്കുകയാണ്, ഡ്രൈവർ പണി എടുത്തിട്ട് ഒരുത്തൻ കാർ വാങ്ങിയാൽ, ഗൾഫ് പോയിട്ട് കാർ വാങ്ങിയാൽ, ഒരു കട നടത്തിയിട്ട് കാർ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലെ എല്ലാ ആളുകളും പറയാം, കട നടത്തിയിട്ട് കാർ വാങ്ങിട്ടോ, കൽപ്പണി എടുത്തിട്ട് കാർ വാങ്ങിട്ടോ, ഓനൊരു സംഭവാട്ടോ എന്നൊക്കെ പറയും. മൈലേജ് ബിസിനസ് നടത്തിക്കാൻ ആളെ ചേർത്തി കാർ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഐഡന്റിറ്റി ഇല്ല. അതിന് 19 കൂടി കുറച്ച് കളി മാറും അല്ലേ. ആ 19 കൊണ്ട് വരട്ടെ, അതിനെ ആനൊക്കെ കാത്തുകിടും. ഞാനങ്ങോട്ട് ഇറങ്ങും പാലായിലേക്ക് ഇറങ്ങും. ആന കരിമ്പുകാട്ട് ഇറങ്ങിയാൽ ഒരിറങ്ങി പാലായിലാണ് ഇറങ്ങാൻ. കുറച്ചൊക്കെ ആനകൾ ഒതുക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ കേസൊക്കെ ഞാൻ കുറെ ഒതുക്കിയിട്ടുണ്ട്. കുറച്ചാൾ എന്റെ കൂടെ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു ഇറക്കം കയറുന്നു. അതിൽ പറയും ഷെഫീഖൊന്നും ചെയ്തത് പോലെ ആളെ ചേർത്ത പരിപാടിയില്ല എന്ന് പറയും. അപ്പൊ അതിന് നിങ്ങൾ തയ്യാറായിക്കോളി. ഒരംഗത്തിന് നിങ്ങൾ ഒരുങ്ങി നിന്നോളി വയലേറ്റ് ചെയ്യുന്ന ആളുകൾ. ഇനിയൊരു പാട്ട് തന്നെയാണ് ഇത്. ആക്കാൻ നോക്കുമ്പോ വെറുതെ നിൽക്കുന്ന സാധനമൊന്നുമല്ല. ഇതാണ് കടന്ന് കത്തിക്കന്നെ ചെയ്യും. അങ്ങോട്ട് കത്തിച്ചിട്ട് നിന്നിട്ട് കൂടെ നിൽക്കുന്ന ആളുകളെ വിജയിപ്പിച്ചിട്ട് അവസാനത്തെ ശ്വാസം പോകുന്നവരെ മൈലേജ് എന്ന് പറഞ്ഞൊരു നാവുന്നൊരു സാധനം വരാൻ അത് കണ്ട് വരും. അങ്ങനെ നിങ്ങൾ പണിയെടുക്കും. അങ്ങനെ പണിയെടുത്ത നാളെ നോക്കും കിട്ടും. അതല്ലാതെ ചെയ്തു നോക്കട്ടെ ഇവളെന്ത് വിചാരിക്കും, മറ്റോരെന്ത് വിചാരിക്കും, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നോളി. ആലോചിച്ചെന്നാൽ ഒരു അന്തം ഉണ്ടാവില്ല, പ്രവർത്തിച്ചതിന് ഒരു കുന്തം ഉണ്ടാവില്ല. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറി എന്നാൽ തന്നെ എന്തെങ്കിലും കിട്ടും. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചതിന്റെ വേദനയും പകിയൊന്നും അത് ഒരിക്കലും ഒരു ചെറുതാവില്ല. അത് ലേശം മൂർച്ച ഉണ്ടാവും. ഇന്നും നാളെയും മറ്റന്നാളെന്ന് പറഞ്ഞ് നിൽക്കാന്നല്ല, ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നാളകളിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടത് പൂവണിക്കാൻ തന്നെയാണ് ഞാൻ കയ്യിൽ നിൽക്കുന്നത്. ഞാനായിരുന്നു ശരി എന്ന് പറയിപ്പിക്കും. അതാണ് എന്റെ തീരുമാനം. നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചോ. ഷെഫീഖാണ് ശരി എന്ന് ബാക്കിയുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങി നിൽക്കണം. വെറുതെ നിൽക്കരുത്. നിങ്ങളെ കയ്യിൽ കിട്ടിയ അവസരം ചെറുതല്ല. ഏറ്റവും ഈ നൂറ്റാണ്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബിസിനസ്സാണ്. ഞാൻ എവിടെ പ്ലാൻ പറയാൻ പോകുമ്പോഴും പറയല്, ഈ പ്ലാനും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള ബിസിനസ്സും ഇതിനേക്കാൾ ഒരുപാട് വരുമാനം കിട്ടുന്ന പരിപാടികളും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളി. ഒരു കാരണവശാലും ഈ ബിസിനസ് നിങ്ങൾ ചെയ്യേണ്ട. പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ മതി, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിക്കോളൂ. പ്രൊഡക്റ്റ് മാത്രം വാങ്ങി ഉപയോഗിച്ചാൽ മതി, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിക്കോളൂ. അതല്ല നിങ്ങൾക്ക് വരുമാനം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശക്തമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാവും. റിസൾട്ടിന്റെ കൂടെ നേട്ടങ്ങളുണ്ടാവും. പ്രൊഡക്റ്റിന്റെ പണിയെടുത്തോളൂ. പ്രൊഡക്റ്റ് കൊടുത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ ഡെയിലി ഓരോ വീട്ടിൽ പോയി ഉപയോഗിക്കൊന്നും വേണ്ട. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി. പ്രൊഡക്റ്റ് പണിയെടുത്തോളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ബിസിനസ്സിൽ വന്നിട്ട് എനിക്ക് തായ നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ജീവിതം എന്റെ ദൈവം, എന്റെ പടച്ചോൻ എനിക്ക് തന്നു. അതാണ് എന്റെ നേട്ടം. അതിലും കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ വാങ്ങിയ കാറോ, ഞാൻ വാങ്ങിയ മൊബൈലോ, ഞാൻ വാങ്ങിയ സ്ഥലങ്ങളോ ഒന്നുമല്ല എന്റെ നേട്ടം. എന്റെ നേട്ടം ഇതേപോലെ ഇരുന്ന് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ ഇരുന്ന് നിങ്ങളെ മുന്നിൽ സംസാരിക്കാനും എനിക്ക് രണ്ടാമതൊരു ജീവിതം എന്ന കമ്പനിയിലെ പേരാണ് മഹേഷ്. അതിലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഈ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ എടുക്കുന്ന ഇഷ്ടം പോലെ ലീഡേഴ്സ് പറയുന്നുണ്ട് അല്ലെ. ചെറൂർ സാറുണ്ട്, ധാരാണി ഉസ്താദുണ്ട്. ധാരാണി ഉസ്താദൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് കുറെ കാലം ഇടയ്ക്കൊന്ന് ബുദ്ധിമുട്ടിക്കണം. നമ്മുടെ കണക്ഷൻ അങ്ങനെ വിട്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കണക്ഷൻ ഒന്ന് റീചാർജ് ചെയ്യണം.
അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഇഷ്ടം പോലെ ട്രെയിനേഴ്സ്, ഇഷ്ടം പോലെ ലീഡേഴ്സ്, അല്ലെ, ഇഷ്ടംപോലെ അച്ചീവ്മെന്റ് ഉള്ള ആളുകളാണ് നിങ്ങളും അച്ചീവ്മെന്റ് ഉള്ള ആളുകളാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് ആളുകൾ, അല്ലെ, എല്ലാ ആളുകളെയും ഞാൻ അറിയും. ഈ ഒരു ടീമായിട്ട് മൈലേഷ്യൻ എല്ലാം എന്റെ എന്താ പറയാ ഒരു തറവാടാണ്. എനിക്ക് ഏത് ടീമെന്നൊന്നുമില്ല, പക്ഷെ എക്സ്പെഷ്യലി ഈ ഒരു ടീം, മുർസ്താദ്, അയ്യൂബ് സാർ, റമീസ് സാർ മുതൽ തുടങ്ങുന്ന ഈ ഒരു ടീമിനോട് നമുക്ക് ഒരുപാട് പേഴ്സണൽ അറ്റാച്ച്മെന്റുകളാണ്. കരീം സാറ്, മുസ്തഫ സാറ്, അങ്ങനെ ഒരുപാട് ആളുകൾ, ചേറൂർ സാറ്, ഒരുപാട് ആളുകൾ, എല്ലാവരുടെ പേരും പറയാൻ നിന്നിട്ടാണെങ്കിൽ ഞാൻ ഇന്ന് നേരം വെളുക്കുക അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ വരെ ആളുകളുടെ പേര് പറയുന്നത്. പുതിയ ആളുകൾ വഹിച്ചിട്ട് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഞാൻ മനസ്സിൽ അറിയുന്ന ആളുകളാണ്, കണ്ട് സംസാരിക്കുന്ന ആളുകളാണ്. സിദ്ദീഖ് സാറ്, അല്ലെ, നമ്മളെ പന്നൂര് വേഗത്തിൽ ഇങ്ങനെ വളർന്നു വന്ന് 24-ന്റെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് 24/7 എന്നുള്ള രീതിയിൽ മൈനേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലീഡറായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് അതുപോലുള്ള ഒരുപാട് ആളുകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് ഒന്നുമല്ല. നമുക്ക് വീട്ടില് അരി വാങ്ങണം, പട്ടിണി കിടക്കരുത്, ഉപദേശം ആൾക്കാർ തരാൻ ഇഷ്ടംപോലെ ഇല്ലാതെ ഒരുത്തരും എന്റെ വീട്ടിൽ ചോറ് കൊണ്ടു തന്നില്ല. അതിനെ കൊണ്ട് ഉപദേശക്കാര് വേണ്ട. അപ്പോ നമുക്ക് പണിയെടുക്കണം, വരുമാനം ഉണ്ടാകണം. ആ ഒരു ചിന്തയിലാണ് അല്ലെങ്കിൽ പ്രവർത്തിച്ചോക്കെ നാളുകൾ നിങ്ങളും ഞാനൊക്കെ എവിടെന്നെങ്കിലും കാണുമ്പോ ഇന്ന ആളാണ് പരിചയപ്പെടുത്തുമ്പോ അത് വലിയൊരു മൂല്യം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കൂടെ വന്ന ആളുകളെ സ്നേഹിച്ച് നിന്നോളി. നിങ്ങളെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളൂ.